അവിടെ ഓണാക്കിയിട്ട് ഇട്ടാളി. ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് കാക്കുക, ആൾക്കാരെ സൗണ്ട് ഏൽപ്പിക്കുക കേട്ടോ. ഓണായിക്കണോ? സ്റ്റാർട്ട് ചെയ്യില്ല സാറേ? Ashik, you can start please. Mic on or no? Okay. Okay, very good morning all SPG family and very welcome to the wonderful morning session of Successfully Global, the High Place Meet. ആദ്യമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഹൈ പ്ലേസ് SPG ടീം മെമ്പേഴ്സിനെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഓരോ ദിവസത്തിന്റെയും ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും ആ ഒരു ദിവസത്തെ എനർജി ആയിട്ട് നമ്മളുടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എനർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിലൂടെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് നല്ല രൂപത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. എനിവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സെഷനെ നമുക്ക് ഇവിടെ വെച്ച് തരുന്ന അല്ലാന്നുണ്ടെങ്കിൽ റീഗ്നേറ്റ് എന്ന പേരിലും ഹൈ പ്ലേസ് എന്ന പേരിലും അതുപോലെ തന്നെ റീഗ എന്ന പേരിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ ആയിട്ടും അതുപോലെ തന്നെ നമ്മളെന്ന് ഓരോ വ്യക്തികളെയും നമുക്ക് വിജയത്തിലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഇന്ന് വലിയ രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വലിയ രൂപത്തിൽ ജീവിതത്തിൽ മെച്ചപ്പെടുത്തിയിട്ടുള്ള നമ്മളുടെ ഇതിന്റെ എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സക്സസ്ഫുള്ളി ഗ്ലോബൽ ഫൗണ്ടേഴ്സ് മനോജ് സാറിനും അതുപോലെ തന്നെ ലതാ മാമിനുമാണ് നമ്മൾ ആദ്യം തന്നെ നന്ദി പറയേണ്ടത്. ഇതുപോലുള്ള അവസരങ്ങളാണ് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിവേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ആഷിഖ് റഹ്മാൻ എന്നാണ്. സ്ഥലം വേങ്ങരയാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അതുപോലെ തന്നെ വിദേശത്ത് പോവുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസരം ഞാൻ പരിചയപ്പെടുന്നത്. ഇന്ന് വളരെ നല്ല രൂപത്തിൽ ടീമിനെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, എന്റെ സ്വന്തം പേരൻസ് ആയിരുന്നു. എനിവേ താങ്ക് യു. കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ന് SPGയിലെ വലിയൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ന് ആദ്യമായി നമ്മളെ കേരളത്തില് കമ്പനി വെക്കുന്ന നെക്സസ് എന്ന ആ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിൽ പോലും നല്ലൊരു അച്ചീവർ ആയിട്ട് സക്സസ് ബറിക്ക് അഭിമാനമായി കൊണ്ട് മാറിയിട്ടുള്ള ഒരു ലീഡർ കൂടെയാണ് അദ്ദേഹം. അതുപോലെ ഇന്ന് എന്റെ മെന്റർ കൂടെയാണ്. അതുപോലെ ഇന്ന് SPG എന്നുള്ള ടീമിൽ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഹൈ പ്ലേസ് മീറ്റ് വരുന്ന ഓരോ സമയത്തും നമുക്ക് എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ സെഷൻ അത്രക്കും നമുക്ക് എല്ലാവർക്കും എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ നോളജും കാര്യങ്ങളെല്ലാം തന്നെ പകർന്നു നൽകുന്ന സെഷനും കൂടെയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. Let me invite my mentor and the motivator and upcoming national team coordinator of Successfully Global, Ismail sir from Tayala, to the screen. Sir, please welcome. Ashik sir, audible and visible and visual. Clear alle ullu? Okay. Very happy and lovely morning all of you. Very wonderful good morning to all of you. ഒരുപാട് സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും, നല്ല നമസ്കാരം. കാര്യം വളരെ വണ്ടർഫുള്ളി ആഷിഖ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കൊക്കെ അറിയാം വരാൻ പോകുന്ന ബിസിനസിന്റെ ലോകത്ത് അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മുതൽക്കൂട്ടെന്ന് രാഷ്ട്രവും രാഷ്ട്രതന്ത്രജ്ഞരും പറഞ്ഞ ഒരു പ്രധാന വാക്കാണ് ദേ ആർ യൂത്ത് ഐക്കൺസ്. വരാൻ പോകുന്നത് യൂത്ത് ഐക്കൺസിന്റെ കയ്യിലാണ് രാജ്യം എന്ന്, സമൂഹം എന്ന്, രാഷ്ട്രം എന്ന്, സംസ്കാരം എന്ന്. ആ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാകുന്ന മൈ ലൈഫ് സ്റ്റൈലിന്റെ ഈ മഹത്തായ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടീമാകുന്ന സക്സസ്ബറി ഗ്ലോബലിൽ തന്നെ യൂത്ത് ഐക്കൺ ടീമിന്റെ പടനായകന്മാരിലെ ഒരു പ്രധാന പവർഫുൾ ലീഡറാണ് മിസ്റ്റർ ആഷിഖ് ഫ്രം വേങ്ങര. റിയലി വണ്ടർഫുള്ളി ഇൻട്രൊഡ്യൂസ്ഡ്, വളരെ സുന്ദരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. അപ്രീഷിയേറ്റിംഗ് ആഷിഖ് സർ ഫോർ ദിസ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. എന്തായാലും സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ അറിയാം
ഈ ബിസിനസ്സിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ത്രിൽഡ് ആകുന്നത് ഇതുപോലുള്ള മോർണിംഗ് സെഷനുകളാണ്. കാര്യം നമുക്ക് രാവിലെ തന്നെ കിട്ടുന്ന ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന മോർണിംഗ് വൈബ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നല്ല തുടക്കം എന്നും ഉണ്ടാകുന്നത് നല്ലതാണ്. സോ ആ നല്ല തുടക്കമാണ് ശരിക്കും SBG നമുക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ മോർണിംഗ് സെഷനുകൾ എന്ന് പറയുന്നത്. ഇന്ന് എന്റെ സെഷനാണ്. അതുപോലെ ഓരോ ലീഡർമാർക്കും ഓരോ ഡിഫറെന്റ് ഡയഗ്രിയിൽ സെഷനുകൾ ഉണ്ട് എന്നതാണ്. സോ സീരിയസ്ലി ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റിംഗ് ദ ഫൗണ്ടർ ഫാമിലി ഓഫ് SBG, മനോജ് സാർ, ലത മാഡം, ആൻഡ് ഓൾസോ എൻറ്റയർ മൈ സക്സസ് പാർട്ട്നേഴ്സ്, എസ്പെഷ്യലി മൈ സ്പോൺസർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേര് വന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വിജയത്തിനും അതേപോലെ ഈ സംസാരിക്കാനൊക്കെ ഹേതുകമായത്. ഗ്രേറ്റ് നമ്മുടെ ഷുഐബ് സാറെ വളരെ സ്നേഹത്തോടെ ചെറുമുഖ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. ആൻഡ് എൻറ്റയർ മൈ ലീഡേഴ്സ് ആൻഡ് ആൾസോ മൈ സക്സസ് പാർട്ട്നേഴ്സ്, എന്റെ വിജയത്തിന്റെ പിറകിലെ എന്റെ ചാലക ശക്തികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ട്രില്യനേഴ്സ് അക്കാഡമി എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ പ്രധാന ടീം മെമ്പേഴ്സിനെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ എന്റെ ഓരോ വിജയത്തിന്റെ മുന്നിലും പിന്നിലും സൈഡിലും നിന്ന് അഭിവാദനങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കയ്യട് കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും എന്റെ കൂടെ നിൽക്കുന്ന ടോട്ടൽ SBG ഫാമിലി മെമ്പേഴ്സിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഞാൻ നേരിട്ട് എന്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഞാൻ എനിക്ക് സംസാരിക്കാൻ തിരഞ്ഞെടുത്തൊരു സബ്ജക്ട് പീസ് ഓഫ് സക്സസ് എന്നതാണ്. PS ഓഫ് സക്സസ്. വിജയത്തിന് വേണ്ടി എത്ര പീകളാണ് ലോകത്തുള്ളത്? പ്രധാനപ്പെട്ട പീകൾ ഏതാണ് വിജയിക്കാനുള്ളത്? വിഷയം നമ്മളുടെ റിലേറ്റിംഗ് ദിസ് ബിസിനസ് ആൾസോ പീസ് ഓഫ് സക്സസ് തന്നെയാണ്. ആഷിഖ് സാർ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കുലപതിയാകുന്ന മൈ ലൈഫ് സ്റ്റൈൽ നടത്തിയ ഒരു വലിയ പ്രോഗ്രാം, നടത്താൻ പോകുന്ന പ്രോഗ്രാമാണ് Nexus 25 എന്നത്. ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടന്ന വലിയൊരു സെയിൽസ് ക്ലോസിംഗ് മാമാങ്കത്തിന്റെ ലിസ്റ്റിലേക്ക് എന്റെ പേര് ഇപ്പോഴെങ്കിലും ചെറുതായിട്ടെങ്കിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ഒരു സ്വർണ്ണ പതക്കമാണ്. പണ്ട് നമ്മളെ ദിലീപ് പറഞ്ഞ പോലെ തന്നെ പതക്ക എന്ന് പറഞ്ഞ ആ സാധനമാണ് ഇത്. അച്ചീവ്മെന്റിന്റെ ലിസ്റ്റിലേക്ക് സെലക്ഷൻ വന്നത് പോലും ഈ ചില പീകൾ. ഐ തിങ്ക് യു വിൽ എൻജോയ് ദിസ് സെഷൻ. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങളെ ലീഡർമാർ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും ഒന്നുകൂടെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാം എന്നുള്ളതാണ്. സോ once again I welcome all of you in this wonderful session of High Flyers Meet, and let me start this session. Piece of success. എന്തൊക്കെയാണ് വിജയത്തിന്റെ പ്രധാന പീകൾ? അതിലെ ഫസ്റ്റ് പി എന്ന് പറയുന്നത്, പീസ് ഓഫ് സക്സസിലെ ആദ്യത്തെ പി കിടക്കുന്നത് പർപ്പസ് എന്നതാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു വിജയം നമുക്ക് വേണമോ, ആദ്യം വേണ്ടത് പർപ്പസ് ആണ്. വൈ ഡു ഐ ദിസ് വർക്ക്? ഞാൻ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? मैं क्यों ये काम कर रहा हूं? मैं എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? വൈ ഫാക്ടർ സെറ്റ് ചെയ്യുക എന്നതാണ് പറയുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈ ഡു ഐ ഡു ദിസ് ബിസിനസ്? ഞാൻ എന്തിന് ഈ ബിസിനസ് ചെയ്യേണ്ടതുണ്ട് എന്നതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. സോ ആഷിഖ് സാർ ഹോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ ഒരു വര കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ സന്തോഷം. സോ ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ആ പീസ് ഓഫ് സക്സസിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്? ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് പർപ്പസ്. ഇത് ഈ പറഞ്ഞ വളരെ വണ്ടർഫുൾ ആയിരിക്കുന്ന ഈ തത്വജ്ഞാനം പറഞ്ഞത് താജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കിടിലൻ വാക്കാണ് ദ പർപ്പസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഓഫ് പർപ്പസ്, ഒരു പർപ്പസ് ഉള്ള ലൈഫ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് ആ പദത്തെ തിരിച്ചിട്ടാൽ എന്താണോ അത് തന്നെയാണ് ലൈഫിന്റെ പർപ്പസ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം, എന്നാലേ ജീവിതം ലക്ഷ്യമുള്ള ജീവിതമാകുന്നുള്ളൂ. അപ്പൊ സീരിയസ്ലി നമ്മളുടെ പർപ്പസ് എന്താണ്? നമ്മൾ ഈ ലോകത്തേക്ക് എന്തിനു വന്നു? ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പണ്ടൊരു കഥ പറയാറുണ്ട്. അതായത് ഒരു രാഷ്ട്രത്തിലെ രാജകുമാരനും ഒരു നാട്ടുരാജ്യത്തിന്റെ രാജകുമാരനും തൊട്ടപ്പുറത്തെ നാട്ടുരാജ്യത്തിലെ രാജകുമാരിയും കഠിന പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിലായ സമയത്ത് അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ യുദ്ധതന്ത്രമോ എന്തൊക്കെയോ കാരണത്താൽ അവർ ഒന്നിക്കില്ലെന്ന്, അതൊരുമിച്ച് വിവാഹം നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ അവർ രണ്ടുപേരും തീരുമാനിച്ചു ജീവൻ കൊടുക്കാം. അങ്ങനെ രണ്ട് നാട്ടുരാജ്യങ്ങൾ സംഗമിക്കുന്ന ഒരു കവലയിൽ, ഒരു ജംഗ്ഷനിൽ, ഒരു ആൽത്തറയുടെ പരിസരത്ത് ഒരു മരത്തിന്റെ ചില്ലയിൽ വന്നിട്ട് രണ്ടുപേരും ജീവൻ കൊടുക്കണം. അങ്ങനെ അതിരാവിലെ അതിലൂടെ ഒരു പാവം മനുഷ്യൻ, രാഷ്ട്രത്തിനെ ഏറ്റവും വലിയ സ്നേഹിക്കുകയും രാജാവ് ലോകത്തിലെ ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാധു നാട്ടു മനുഷ്യൻ അതിലൂടെ നടന്നു വന്നപ്പോ അദ്ദേഹം ആദ്യമായി ആ കവലയിൽ കാണുന്നത്, ആ കൊമ്പിലിരുന്നു കൊണ്ട് രാജകുമാരനും രാജ്ഞിയും നമ്മുടെ രാജകുമാരിയും, അപ്പുറത്തെ രാജാവും ഇപ്പുറത്തെ രാജകുമാരിയും തമ്മിൽ ഒരേ കൊമ്പിലിരുന്നു കൊണ്ട് എന്താ പറയാ മരിച്ചു കിടന്ന് അത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനം നോക്കും. ആ സമയത്ത് അദ്ദേഹം ഉടനടി അപ്പുറത്തൊരു കൊമ്പില് വേറൊരു കയറ് കൊണ്ടുവന്ന് അദ്ദേഹം തൂങ്ങി മരിച്ചു.
കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്രയായിരുന്നു, ഞാൻ എന്തിനാ ജീവിക്കണത്. അതായത് നാളെ രാജ്യം ഭരിക്കാനുള്ള രാജാവ് ഈ ലോകത്തുനിന്ന് പോയി, നാളെ രാജ്യം നോക്കാനുള്ള രാജ്ഞിയും നമ്മളെ ഈ രാജ്യത്തു നിന്ന് പോയി, ഇനി ഞാനൊക്കെ എന്തിനാ ജീവിക്കണം എന്നുള്ള അദ്ദേഹം തോന്നി. അതിന് കുറച്ചു കഴിഞ്ഞിട്ടാണ്, ഏകദേശം സൂര്യനൊക്കെ ഉദിച്ച് സെറ്റായ സമയത്താണ് ഒരു കവി അതിലൂടെ നടന്നു പോകുന്നത്. ആ കവി ആ സമയത്ത് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മൂടി. കാര്യം ആ രാജഭക്തനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. ചിലർക്കുണ്ടല്ല, ചില സ്ഥാനത്ത് അലി കയറിയാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെയുള്ള ചില ആളുകളെ. ആ സമയത്ത് അവിടെ ആ കവി എഴുതി വെച്ചു അത്രേ, മന്നവൻ മതിമറന്ന് തൂങ്ങി. അതായത് രാജാവ് മതിമറന്ന് ബുദ്ധി അങ്ങോട്ട് തെറ്റിയാണ്ട് തൂങ്ങിയതാണ്. മഹതിയോ ഗതിയോർത്ത് തൂങ്ങി. ഇത് കണ്ട രാജകുമാരി എന്താണ്, അദ്ദേഹത്തിന്റെ ഗതിയോർത്ത് തൂങ്ങിയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വരി വളരെ സെറ്റായിരുന്നു. എരപ്പാളി നീ എന്തിനു തൂങ്ങി. അതായത് മൂന്നാമത്തെ മനുഷ്യനോട് ചോദിക്കാണ്, നീ തൂങ്ങാൻ കാരണം എന്താണ്. രാജകുമാരൻ തൂങ്ങിയത് എന്തിനാന്ന് മനസ്സിലായി, മന്നവൻ മതി മറന്ന് തൂങ്ങി. മഹതി തൂങ്ങാൻ കാരണം മഹതിയോ ഗതിയോർത്ത് തൂങ്ങി, അങ്ങനെ തൂങ്ങി. പക്ഷെ എരപ്പാളി, എടാ മനുഷ്യ പൊട്ടാ, നീ എന്തിനാ തൂങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ താൻ ചെയ്യുന്ന കർമ്മത്തിന് ഒരർത്ഥത്തിൽ ഒരു ബോധവും ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പോയിൽഡ് ആകുന്നുണ്ടാകും. സോ ഞാൻ ഈ ബിസിനസ് എന്തിനു ചെയ്യുന്നു എന്നതിന്റെ വൈ ഫാക്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ഘടകമാണ്. സോ അവിടെ തന്നെ രണ്ടാമത്തെ ഘടകമാണ്, പർപ്പസ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ദാറ്റ് ബ്രിങ്സ് ഡ്രീംസ് ടു റിയാലിറ്റി. ഒരു പർപ്പസ് ഉണ്ടെങ്കിലാണ് അത് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആകുന്നത്, ഒരു നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയായി മാറുന്നത്. ദാറ്റ് ബ്രിങ്സ് ഡ്രീംസ് ടു റിയാലിറ്റി. നമ്മുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നത് നമുക്കൊരു പർപ്പസ് ഉണ്ടാകുമ്പോഴാണ്. ഉദാഹരണം, നമുക്കൊരു സ്വപ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ലോകത്തിലെ ഒരു മൾട്ടി മില്യണിയർ ആവണം, എന്റെ കുടുംബത്തിലെ ആദ്യത്തെ എന്താ പറയാ ഒരു ഹിസ്റ്ററി മേക്കർ, ചരിത്രം നിർമ്മിക്കുന്നത് ഞാനായി മാറണം. ഇതൊക്കെ നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം. പക്ഷെ അത് റിയാലിറ്റി ആയി മാറണമെന്നുണ്ടെങ്കിൽ ആ ഡ്രീംസിനെ പർപ്പസ് ആക്കി മാറ്റി അത് രണ്ടും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് മുന്നോട്ട് വെക്കുമ്പോഴാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കാർക്കും എന്താ പറയാ അറിയാത്ത കേൾക്കാത്ത ഒരു സ്വപ്നമായിട്ട് ഒരു മൂലയിൽ അത് അസ്തമിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് സീരിയസ്ലി വേണ്ടത് ഒരു പർപ്പസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. എന്ന് മാത്രമല്ല, പർപ്പസ് ഫ്യുവൽസ് പാഷൻസ്. നമ്മുടെ പാഷനെ ഫ്യുവൽ ചെയ്യുന്നത്, ഇന്ധനവൽക്കരിക്കുന്നത് നമ്മുടെ പർപ്പസ് ആണ്. അതായത് നമുക്കൊരു പാഷൻ ഉണ്ട്, ആ പാഷൻ നമ്മളെ പർപ്പസിലേക്ക് മാറുകയും പാഷനും പർപ്പസും ഒന്നായി മാറുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ എന്താ പറയാ സഞ്ചാര യുക്തമാകുന്നുണ്ടാകും. ആൻഡ് പാഷൻ ഇഗ്നൈറ്റ്സ് ഗ്രേറ്റ്സ്. നമുക്ക് ആ പർപ്പസിനെ നേരിട്ട് പാഷനാക്കി മാറ്റിയാൽ ആ പാഷനാണ് റീഇഗ്നൈറ്റ് നമ്മൾ പ്രോഗ്രാം പറയാറുണ്ട്. അത് ഒന്നുകൂടി കത്തിച്ചെടുക്കുന്നത് നമ്മുടെ ഗ്രേറ്റ്സ്, നമ്മുടെ മഹോന്നതിയെ, നമ്മുടെ മഹത്വത്തെ, നമ്മളുടെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതല്ലെങ്കിൽ അതിനുള്ള വഴിയൊരുക്കുന്നത് പർപ്പസും പാഷനും തന്നെയാണ്. സോ സീരിയസ്ലി നമുക്ക് ഈ ബിസിനസിന്റെ പർപ്പസ് എന്താണ്, ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ ഓരോരുത്തരും ചെയ്യാൻ ഒരു കാരണം കാണും, പക്ഷെ ആ കാരണമാകില്ല താന്. ഒരുപക്ഷെ നമ്മൾ ഇതിലേക്ക് വന്നത് നമ്മളെ ലീഡർ കയറിട്ട് വലിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തി ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ ആ ശല്യം നിർത്താൻ വേണ്ടിയോ, അതല്ലെങ്കിൽ ഒരു മുൻ വിചാരങ്ങളൊന്നുമില്ലാതെ, അതായത് ആ നന്മയില്ല തിന്മയില്ല, വെറുതെ നല്ലൊരു പേസ്റ്റ് ഉപയോഗിക്കാനുള്ള ലെവലിൽ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു അൾട്ടിമേറ്റ് സക്സസിലേക്കോ ഇതിന്റെ ഒരു ഡ്രീമി സക്സസിലേക്ക് നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഐഡന്റിഫൈ യുവർ പർപ്പസ്. നിന്റെ പർപ്പസ് അറിയാതെ നീ പോകരുത്. അതാണ് ലക്ഷ്യബോധം, ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത്. സോ സീരിയസ്ലി ആ പർപ്പസിനെ കുറിച്ച് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻഡ് യുവർ മിഷൻ ആൻഡ് ഫുൾഫിൽ ഇറ്റ്. മദർ തെരേസയുടെ വാക്കാണ്. നിന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നീ ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്ന് നീ സ്വയം കണ്ടെത്തി മാറ്റുക. ആൻഡ് ഫുൾഫിൽ ഇറ്റ്, അത് നീ എന്ത് ചെയ്യുക, പൂർത്തീകരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, E=mc² എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ ഐൻസ്റ്റീൻമാർ വന്നത്, ഗ്രാവിറ്റി പറയാനായിരിക്കും നമ്മളുടെ ഐസക് ന്യൂട്ടന്മാർ വന്നത്, ഒരു പക്ഷെ ഫേസ്ബുക്ക് പറയാനാകാം സുക്കർബർഗ് വന്നത്, ആമസോണിന് വേണ്ടിയാവാം നമ്മുടെ ജെഫ് ബെസോസ് വന്നത്, ലുലു മാൾ ലോകത്തിന് വേണ്ടിയായിരിക്കാം യൂസുഫ് അലി വന്നത്. ഓരോരുത്തരും അടുത്ത ചോദ്യം, നീ എന്തിന് ഈ ലോകത്ത്? ഇതിന്റെ ഉത്തരം വലിയ പ്രധാനമാണ്. കാര്യം എന്താണെന്നറിയോ, ഞാൻ വന്ന കാര്യത്തിന് തന്നെയാണ് മറ്റൊരുത്തൻ വന്നതെങ്കിൽ ദൈവത്തിന്റെ ഈ സൃഷ്ടിപ്പ് തന്നെ അന്യായമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ തന്നെയാണ് എന്റെ കൂട്ടയുള്ള ആളുകൾക്കും ചെയ്യാനുള്ളത്. അവർക്ക് കഴിയുന്ന കഴിവേ എനിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ദൈവം എന്തിനാ ഈ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്തത്? ഞാൻ എന്ന പ്രൊഡക്റ്റിനെ ദൈവം ഈ ഭൂമുഖത്തേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും ചെയ്യാനാകാത്ത എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന ഒരു വിഷൻ എന്നിലുണ്ടായതുകൊണ്ട്, ആ വിശ്വാസം ദൈവത്തിനുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ദാറ്റ് ഈസ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് ഖുർആൻ പറയാനും അത് തന്നെ ആ കാര്യം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളൊക്കെ ഭൂമിയിൽ വരാൻ നിങ്ങൾക്ക് മാത്രമുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെ കണ്ടെത്തുക, ആ മിഷനെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുക, ദെൻ ഫുൾഫിൽ ഇറ്റ്, അത് കണ്ടെത്തി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ദ പവർ ഓഫ് പർപ്പസ് ട്രാൻസ്ഫോംസ് ഓർഡിനറി ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി.
അതായത് നമ്മുടെ പർപ്പസിന്റെ പവർ എന്ന് പറയുന്നത് പവർ ഓഫ് പർപ്പസ്, ആ ട്രാൻസ്ഫോം അത് നേരെ ചെയ്യുന്നത് ഓർഡിനറിയെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ പർപ്പസ് എത്ര പവർഫുൾ ആണ്, അതാണ് നിങ്ങളുടെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ബിസിനസ്സിലേക്ക് വന്നൊരു വ്യക്തി പറയാനുണ്ട്, എനിക്ക് മാസം 10,000 മതി, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെങ്കിൽ നീ ആ ഓർഡിനറി തലത്തിലുള്ള വ്യക്തിയായി മാറും. നേരെ കുറിച്ച് ഒരാൾ പറയുന്നത്, സാറേ എനിക്ക് ബിസിനസ്സിൽ 10 ലക്ഷം വേണം, അപ്പൊ കുറച്ചും കൂടി ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാട്ടിൽ ഒരാളും പറയാത്തൊരു വരി ആ മനുഷ്യൻ പറയാൻ ശ്രമിക്കുകയാണ്. അത് ഏതാണ്? എനിക്ക് മാസം 1 കോടി വേണം, 10 കോടി വേണം, അതല്ലെങ്കിൽ എന്റെ ഒരു സ്വപ്നമാണ് എന്റെ കുടുംബത്തിൽ ആദ്യത്തെ ജെറ്റ് വാങ്ങുക എന്നത്, അല്ലെങ്കിൽ എന്റെ മക്കളെ കല്യാണമാകുമ്പോഴത്തേക്ക് ഹെലികോപ്റ്ററിന്റെ ഓണർ ആകുക എന്നുള്ളത്, അതല്ലെങ്കിൽ എന്നിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000-ഓളം വരുന്ന മില്ലേനിയേഴ്സിനെ, മൾട്ടി മില്ലേനിയേഴ്സിനെ 0 ലെവലിൽ നിന്ന് ക്രിയേറ്റ് വ്യക്തിയായി ഞാൻ മാറുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പർപ്പസിന്റെ പവർ അദ്ദേഹത്തിന് നേരെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് എത്തിക്കുമെന്നതാണ് വലിയ സത്യം. സോ സീരിയസ്ലി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മാറ്റർ, നമ്മൾ ഓർഡിനറി ആയി നിൽക്കുന്നത് നമ്മളുടെ പർപ്പസ് പവർ ഇല്ലാത്തതുകൊണ്ടാണ്. പർപ്പസ് പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്താധാരയിൽ നിന്ന് നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനായി മാറുന്നുണ്ടാകും. രണ്ടാമത്തെ പി എന്ന് പറയുന്നത് പീപ്പിൾ എന്നതാണ്. പീപ്പിൾ ഇല്ലാതെ ലോകത്തൊന്നുമില്ല. ജനം, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ജനശക്തിയാണല്ലോ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാര്യം ഒരു രാജ്യത്തെ രാജ്യമാക്കുന്നത്, ഒരു സമൂഹത്തെ സമൂഹമാക്കുന്നതൊക്കെ ജനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പണ്ട് കാലത്തെ കഥ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ പറയാ, ഈ ലോകം ഒരു നല്ല ജീവിത വ്യവസ്ഥയിലേക്ക് വന്നത് മനുഷ്യരാശി വന്നപ്പോഴാണ്. അതുവരെ ഇവിടെ ജന്തുജാലങ്ങളും മുള്ളും ഇവരുടെ മൂർക്കമ്പാമ്പും മുതലെ കല്ല് കരട് കാഞ്ഞിര കുറ്റി വരെ ഈ ലോകത്തുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ലോകത്തിന്റെ ചരിത്രം പറയാനോ വാഴ്ത്തി പാടാനോ ഈ ജീവിത വ്യവസ്ഥയെ കുറിച്ച് ആരെങ്കിലും ആലോചനകൾ നടത്താനോ ഒരു സമൂഹം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മഹാസൃഷ്ടിയാണ് മനുഷ്യരാശി. അവര് തന്നെയാണ് നമ്മുടെ ശക്തി. ജനം പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ആളെ ചേർത്തുന്ന പരിപാടിയല്ലേ. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, ആളില്ലാതെ ഈ ലോകത്ത് എന്താ ഉള്ളത്? നമ്മൾ ഭംഗിക്ക് വേണ്ടി പറയും ആളെ ചേർത്തുന്ന പരിപാടി ഇല്ലാതെ, പക്ഷെ നമ്മൾ ആളെ ചേർത്തുകയല്ലേ ചെയ്യുന്നത്, നമ്മൾ അവർക്ക് അവസരമാണ് കൊടുക്കുന്നത് എന്ന സത്യം നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയോ, ഈ അവസരം എന്ന് പറയുന്നതിന്റെ പവർ പറയുന്ന എനിക്കോ, അതായത് ആരാണോ അവസരം കൊടുക്കുന്നത് ആ ലീഡർക്കോ അത് വാങ്ങുന്ന പ്രോസ്പെക്റ്റിനോ അറിയില്ല വാട്ട് ഈസ് ദ പവർ ഓഫ് അവസരം, എന്താണ് ഈ അവസരത്തിന്റെ ശക്തി എന്ന്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ 10 രൂപ തന്നവനക്ക് വലിയ അഭിമാനവും വലിയ കൗതുകവും ഒക്കെ ഉണ്ട്. പക്ഷെ ആ 10 രൂപ തന്ന പോലെയാണോ നമ്മളെ ലീഡർമാര് നമുക്ക് തന്നത്? നമ്മളെ ലീഡർഷിപ്പ് ഓർഗനൈസേഷൻ നമുക്ക് തന്നത് ഒരു അവസരമാണ്. ഈ 10നേക്കാൾ എത്ര മടങ്ങ് വലുതാണ് ഒരു അവസരമെന്ന് കൊടുക്കുന്ന നമുക്കോ വാങ്ങുന്ന അവർക്കോ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവസരത്തിന്റെ വെളിപ്പില്ലാത്തത്. അതുകൊണ്ടാണ് ജനം ഇപ്പോഴും ആളെത്തില്ലേ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു സ്കൂളിലേക്ക് കുട്ടികളെ പിടിക്കാൻ അയ്യോ നാളെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എണ്ണ എടുക്കുന്നുണ്ട്, അപ്പോൾ ആൾക്കാരെ പിടിക്കാൻ ഇറങ്ങും. ബാലവാടി അംഗനവാടിയിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ആളുകൾ ആളെ ചേർത്താൻ വേണ്ടി ഇറങ്ങാറുണ്ട്. ലോകത്ത് എവിടെ നോക്കിയാലും ആളെ ചേർത്തുന്ന പരിപാടി തന്നെയാണ്. ആളുകളെ ചേർത്തി തന്നെയാ ഓരോരുത്തരും ശക്തിപ്പെട്ടത്. ഇന്ന് കാണുന്ന വലിയ വലിയ താരരാജാക്കന്മാര് അണികളുടെ എണ്ണം കൂട്ടിയപ്പോഴല്ലേ അദ്ദേഹത്തിന്റെ പടം എല്ലാവരും കണ്ടത്, അദ്ദേഹത്തിന്റെ സിനിമ എല്ലാവരും എൻജോയ് ചെയ്തത്, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് വെച്ചത്, അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ താരമൂല്യം കൂടിയത്. രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് വിജയത്തിലേക്ക് കടന്നു വന്നു? അവർക്ക് വീണ വോട്ട് ബാങ്കിൽ ഏറ്റവും കൂടുതൽ പീപ്പിളിന്റെ വോട്ട് വന്നതാണ്. ആളുകളുടെ എണ്ണം തന്നെയാണ് അദ്ദേഹമാക്കിയത്. സോ ആളുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ ശക്തി തന്നെയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. സോ ഇവിടെ അവസരം കൊടുക്കുന്നു എന്നതുകൂടി ഇതിന്റെ കൂടെയുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ശക്തി മനുഷ്യനാകുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, നമ്മുടെ മനുഷ്യന്റെ ശക്തിയിൽ പ്രധാനമായും ഇന്ന് നമുക്ക് എന്റെ ഓർമ്മ ശരിയെങ്കിൽ മുൻകാലത്തൊക്കെ ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രഞ്ച് രാജാക്കന്മാരുടെയും ചാൾസ് രാജാക്കന്മാരുടെയൊക്കെ ഭരണ പരിഷ്കാര നിയമങ്ങളിൽ പറയുന്നിടത്ത് പോലും രാജ്യത്ത് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ആ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വിദേശ മാർക്കറ്റുകൾ ഫോക്കസ് ചെയ്യുന്നത് പോലും ഇന്ത്യയിലെ ജനസംഖ്യയാണ്. ഈ ജനമുണ്ട് എന്നത് സംഖ്യയായി മാറിയതാണ്. സോ ഈ ജനം തന്നെയാണ് സംഖ്യ, അത് തന്നെയാ ജനസംഖ്യ. എന്നിട്ടും ജനകീയ ആസൂത്രണം പറയുന്നതിനോട് ഞാൻ എന്റെ എന്താ പറയാ അകൽച്ച, അതല്ലെങ്കിൽ എന്റെ എന്താ പറയാ നമ്മളെ പോലെ പല ആൾക്കാരും പലതും ചിന്തിക്കുന്നതാണ്. എന്റെ ചിന്ത അനുസരിച്ച് അത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ അബണ്ടൻസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്തിയാൽ എത്ര ജനം വന്നാലും കിട്ടാവുന്നിടത്ത് അത്ര ദൈവം ഈ ഭൂമിയിൽ അതിന്റെ ഒരുപാട് എന്താ പറയാ അബണ്ടൻസ് നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനം കൂടിയതുകൊണ്ട് ആൾക്കാർക്ക് സാധനം കിട്ടാതിരിക്കുന്നില്ല. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ജനകാസൂത്രണത്തിന് വേണ്ടി മരുന്ന് സംസ്കാരങ്ങളും അതേപോലെ തന്നെ കുത്തിവെപ്പുകളും മറ്റേത് മറിച്ചൊക്കെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ആ കുത്തിവെപ്പ് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ പോരെ, സ്വയം ആത്മഹത്യ ചെയ്താൽ പോരെ? നമ്മൾ സീരിയസ്ലി ശരിക്കും ചിന്തിച്ചു നോക്കുക. അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. ജനങ്ങൾ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ ഒരു സമൂഹത്തിന്റെ ശക്തി. ആ ജനത്തെ മതിക്കുക എന്ന് തന്നെയാണ് പ്രധാനം. സോ നമ്മുടെ ഈ ഇതിനകത്ത് സ്ക്രീനിൽ കുത്തിവരക്കപ്പെടുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും
മൊബൈല് പോക്കറ്റിലിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഓഫ് ആക്കുക, മീൻസ് നമ്മളുടെ സ്ക്രീനിൽ നിന്ന് ഓഫ് ആവുക, അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കുട്ടികൾ അടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾവേസ് സറൗണ്ട് യുവർസെൽഫ് വിത്ത് പീപ്പിൾ ഹു എവർ മോർ ടാലന്റഡ് ദാൻ എന്താ പറയാ കോമ്പിറ്റന്റ് ദാൻ യു. നിന്നേക്കാൾ ശക്തിയുള്ള ആളുകളുമായിട്ട് നീ കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായി കൂട്ടുകൂടുക. നിന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ട്. നമ്മൾ ബിസിനസ് കൊടുക്കുന്നത് നമ്മളെക്കാൾ പവർഫുൾ ആളുകൾക്കായിരിക്കണം. കാരണം ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യാനാണ് താല്പര്യമുണ്ടെങ്കിൽ ഒരു മച്ച് ബെറ്റർ ദാൻ മീ, എന്നേക്കാൾ കുറച്ച് മേലോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ബിസിനസ്സിന് ഒരു ഫ്ലോ ഉണ്ട്. ഞാനൊരു ഓട്ടോ തൊഴിലാളി യൂണിയനിലാണ് ഈ ബിസിനസ് കൊടുത്തെങ്കിൽ അത് അങ്ങനെ പിന്നെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഫുൾ ഓട്ടോ തൊഴിലാളി ആയിരിക്കും. അതല്ല നമ്മൾ ചെത്ത് തൊഴിലാളിക്ക് കൊടുത്തത് അങ്ങനെ പോകുന്നുണ്ടായിരിക്കും, കുടുംബശ്രീ കൊടുത്തത് അങ്ങനെ പോകുന്നുണ്ടാകും. ഇത് എവിടേക്ക് ഡൈവേർട്ട് ചെയ്യണം എന്ന്, അത് എവിടേക്കാണ് ഡീവിയേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. കാര്യം ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. എന്റെ ബിസിനസ് ആർക്ക് കൊടുത്താലാണ് നാളെ ഇത് ലോകോത്തരമായി വളരുന്നത്? അതൊരു പ്രധാന ഘടകമാണ്. നമുക്കറിയാം, ഓർമ്മയുണ്ട്, എന്റെ ഓർമ്മ ശരിയെങ്കിലും മുബീൻ സാറ് ഒരിക്കൽ നമ്മുടെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ലോകത്തോളം വരാൻ പോകുന്നു ഈ ബിസിനസ്, വിദേശ രാജ്യങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് മൈലൈഫിനെ കുറിച്ച് കേട്ടപ്പോഴാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആകുന്ന ഒരു പ്രൊഫഷണൽ ടീം എനിക്ക് വേണമെന്ന് താല്പര്യപ്പെടുകയും അങ്ങനെ ഞാനൊരു ലിസ്റ്റ് കൊടയുകയും ചെയ്ത് മനോജ് സാറിലേക്ക് എത്തിയത് എന്ന് പറയുന്നുണ്ട്. SBGയുടെ ആവിർഭാവത്തെ കുറിച്ച് മുബീൻ സാർ പറഞ്ഞ വാക്കാണിത്. അതായത് അദ്ദേഹത്തിന്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. ഇതേപോലെ നമുക്ക് എന്ത് പ്ലാൻ ഉണ്ട് എന്നതാണ് പ്രധാന ഘടകം. അതുകൊണ്ട് ബിസിനസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയ ആളുകളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ നമ്മൾ അപ്ഡേറ്റഡ് ആവുക. ഈ വാക്കിനർത്ഥം സാറേ ഈ വിവരമില്ലാത്തവർക്ക് കൊടുക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. നമ്മൾ വിവരമുള്ള ആളാകുക, നമ്മളുടെ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എന്നും നമ്മൾ നോക്കാതെ നമ്മുടെ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ആ സ്കില്ലിന് ഉതകുന്ന ആൾ വരുന്നുണ്ടാകും. അതുകൊണ്ടാണ് ചൂസ് പീപ്പിൾ ഹു ലിഫ്റ്റ് യു അപ്പ്. നിന്നെ ഉയർത്തുന്ന ആളുകളെയാണ് നീ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രശ്നം എന്താ പറയുക, ഈ ബിസിനസ് മുഴുവൻ കേട്ടിട്ട് നമ്മളെ തളർത്തുന്ന വ്യക്തിയോട് പോയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അവന്റെ കൂടെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കാം മൈ ഡിയേഴ്സ്, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കൂടെ ഇരിക്കേണ്ടത്? അപ്ലൈൻസിന്റെ കൂടെയാ, ഡൗൺലൈൻസിന്റെ കൂടെയല്ല ഇരിക്കേണ്ടത്. നമ്മളെ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത് അപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ലിഫ്റ്റ് അപ്പ് എന്നാണ്. ഈ അപ്ലൈനാണ് നമ്മളെ ലിഫ്റ്റ് അപ്പ് ചെയ്യുക. ഡൗൺ ലൈൻ, ഡൗൺ എന്ന വാക്കിൽ തന്നെ തട്ടുന്നതാണ്. സോ അവരോടല്ല അഭിപ്രായം ചോദിക്കുന്നത്. നിങ്ങൾ അപ്ലൈൻസുമായിട്ട് നിങ്ങൾ കൂടുതൽ സഹവസിക്കുക, സഞ്ചരിക്കുക, അവരിൽ നിന്ന് കൂടുതൽ. അതിനെ ഏത് അപ്ലൈന്, ഗ്രോയിങ് അപ്ലൈൻ എന്ന പദം മറക്കരുത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കും. സോ സീരിയസ്ലി ഈ മനുഷ്യനെ കുറിച്ച് പറയും, വിത്തൗട്ട് പീപ്പിൾ യു ആർ നത്തിങ്. ജനങ്ങളില്ലാതെ നീ ഒന്നുമേ അല്ല. കാരണം നമ്മളൊക്കെ ഒരു ജനസാഗരം എന്നതിന്റെ ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവാണ് ജനസാഗരം ഉണ്ടാക്കിയത്. സ്ട്രോങ്ങർ ടുഗദർ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തിയാണ്. അലോൺ വി ആർ സ്ട്രോങ്. ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ ശക്തിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിനേക്കാൾ മൾട്ടിപ്പിൾ പവറിലേക്കാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ തന്നെ ഒരുമിച്ച് നിൽക്കുക എന്നതാണ്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നതാണ്. സോ ജനങ്ങളില്ലാതെ ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പി. ദെൻ അടുത്ത പി ആയിട്ട് വരുന്നതാണ്, അതിൽ തന്നെ നമ്മൾ പിയിൽ തന്നെ രണ്ട് പ്രോബ്ലം നമ്മൾ പറയുന്നു. ഈ ബിസിനസ്സിനകത്ത് രണ്ട് പ്രോബ്ലം ആണ്. ഒന്ന് നോ പീപ്പിൾ, രണ്ടാമത്തോ നോ പീപ്പിൾ എന്നാണ്. പക്ഷെ രണ്ട് നോയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് നോ പീപ്പിൾ, സാറേ എന്റെ ടീമിൽ ആരും വരുന്നില്ല. രണ്ടാമത്തത് നോ എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് കുത്തുണ്ട്, അതായത് നമ്പർ ഓഫ് പീപ്പിൾ. സാറേ എന്റെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് ഓടി എത്തുന്നില്ല. ഇത് രണ്ടും പരാതിയാണ്. ഇതിൽ ഞാൻ പറയുന്നത് ഒന്നാമത്തെ പരാതി നമുക്ക് തീർക്കാം. സാറേ എന്റെ ടീമിൽ ആരുമില്ല, അത് ആരെങ്കിലും പോയി കണ്ട ആരെങ്കിലും വരും. പക്ഷെ അതിനേക്കാൾ പ്രധാനം വന്നിരിക്കുന്ന ആളുകളെ, നമ്പർ ഓഫ് പീപ്പിൾ വന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ സ്കില്ല് കൂട്ടേണ്ടതുണ്ട്. നമ്മൾക്ക് നമ്മളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആകുന്ന പെർപ്പസിനെയും അതേപോലെ തന്നെ പാഷനെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ TC ആയ സമയത്ത് നമുക്ക് എല്ലാവരെയും നോക്കാൻ പറ്റിയിരുന്നു സാറേ. പക്ഷെ ഞാൻ STC ആയപ്പോ, ഞാൻ ZTC ആയപ്പോ, DTC ആയപ്പോ സാറേ ഞാൻ പറഞ്ഞത് ആരും കേൾക്കുന്നില്ല. അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. നമ്മൾ TC ആയ സമയത്ത് ബെറിസ്റ്റാറിനെയും താഴെത്തട്ടത്തെ ടീമിനെയും നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കപ്പാസിറ്റി കൂട്ടാൻ ശ്രമിച്ചില്ല. നമ്മൾ ടീം വളർന്നു, പക്ഷെ യജമാനാകുന്ന ലീഡർ വളർന്നില്ല. അയാളെ ചാക്കിലുള്ളത് മുഴുവൻ കൊടുത്തു തീർന്നു. ഇപ്പൊ ചാക്ക് കാലിയാണ്. അതാണ് പ്രശ്നം. കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഡെവലപ്പ് ആകുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ആൾക്കാരെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റി, കാപ്പബിലിറ്റി, നമ്മളുടെ എല്ലാ സ്കില്ലിനെയും നമ്മൾ പൊട്ടൻഷ്യലിനെയും ഡെവലപ്പ് ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ദ പീപ്പിൾ ഹു ആർ ക്രേസി ഇനഫ്, ലോകത്തെ മാറ്റാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്നെയാണ് ഈ ലോകം മാറ്റുന്നത്. അവരെ കൂടെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് P എന്ന് പറയുന്നത് പ്ലാൻ ആണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോകും? ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്ലാൻ. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, നിനക്ക് പ്ലാൻ ഉണ്ടാക്കാൻ നീ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുക. യു പ്ലാൻ, നീ അതേ സമയത്ത് പ്ലാൻ ചെയ്തിട്ട് ഫെയിൽ ആകാനാണ്. ആ വാക്കൊന്നും കൂടി നിങ്ങൾ അടിവരയിടേണ്ട വാക്കാണ്. നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ അതിൽ പരാജയപ്പെട്ടു. സാറേ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, ചെയ്യണം എന്ന് എങ്ങനെ വിചാരിക്കും? ബിസിനസ്സിൽ വന്നിട്ട് 2 ആഴ്ചയായി, അങ്ങനെ 2 മാസമായി, ഈ പ്രോജക്ട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ
ആ സമയത്ത് യു ആർ എ ഫെയിലിയർ ടു മേക്ക് എ പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടാക്കാൻ നീ ഫെയിൽ ആയ മനുഷ്യനാണ് എങ്കിൽ നീ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് നീ സ്വയം ഫെയിൽ ആകാനുള്ള പ്ലാൻ ഉണ്ടാക്കിയവനാണ്. ഈ രണ്ട് വരികളും വളരെ അന്വർത്ഥമാണ്. സോ പ്ലാൻസ് ആർ നെറ്റിംഗ്. അതിന്റെ സമയത്തിന് ഞാൻ പറയുന്നത് പ്ലാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. പ്ലാനിങ് ഈസ് എവരിതിങ്. അതാണ് ഏറ്റവും പ്രധാനം. പ്ലാൻ അവിടെ ഉണ്ട് സാറേ, പക്ഷെ ഞാൻ അത് ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോഴാണ് അതിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിന്റെ മുകളിലാണ് പ്ലാനിങ്. ഫോർ എക്സാമ്പിൾ, ഒരു നാടൻ ഉദാഹരണം പറഞ്ഞാല്, ഇവിടെ സിമെന്റ് ഉണ്ട്, ഇവിടെ എന്താ പറയാ മണലുണ്ട്. ഈ മണലും സിമെന്റും വേറെ വേറെ സ്ഥലത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തേപ്പ് നടത്താനോ നല്ല ഉറച്ച മതിൽ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അളവിനെ തോതനുസരിച്ച് വേണ്ടുന്ന വിധം മണലിനെയും സിമെന്റിനെയും കുഴച്ചെടുത്ത് അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ തേപ്പ് നടത്തുമ്പോഴാണ് ആ മണല് കൊണ്ടും സിമെന്റ് കൊണ്ടും കാര്യമുള്ളത്. സോ മണലും സിമെന്റും വേറെയായി നിൽക്കുമ്പോൾ അതിനെ പ്ലാൻ എന്ന് വിളിക്കും. മണലും സിമെന്റും ഒന്നിച്ച് അതിനെ യുക്തമായ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ പ്ലാനിങ് എന്ന് വിളിക്കും. ഇതാണ് വേണ്ടത്. നമ്മളുടെ പ്ലാനൊക്കെ എന്ന് പറഞ്ഞാല് SPGയുടെ സിസ്റ്റം അറിയോ? അറിയും സാറേ. 4 ബേസിക് പറയൂ, 4 കാണാതെ പറയൂ, ഒറ്റ ശ്വാസത്തില്. 5 ഫിംഗർ പറയൂ, അതിനേക്കാൾ ഫാസ്റ്റ് പറയും. 007 പറയുന്നു പറഞ്ഞാൽ അത് പറയാൻ വേറെ ആർക്കും പിടുത്തുണ്ടാവില്ല. ഇതിന് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് പ്ലാൻ ഉണ്ട്, പ്ലാനിങ് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് ദ പ്ലാനിങ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഇഫ് യു ഡോണ്ട് നോ വേർ യു ആർ ഗോയിങ്, എവിടേക്കാ പോകേണ്ടി നിനക്ക് നിശ്ചയമില്ലെങ്കിൽ യു വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട് എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞത് ഒരു താജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ട്രെയിനിങ് ഓർഗനൈസേഷന്റെ വാക്കാണ്. നിനക്ക് പോകേണ്ടത് എവിടെയെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ യു വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട്. നീ കൊട്ടപ്പാലം തിരിയെന്ന് പറയും, മലപ്പുറം ഭാഷയിൽ പറയുന്ന വാക്കതാണ്. അതായത് എവിടേക്കാ പോകേണ്ടത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ റോട്ട് കിടന്ന് ജംഗ്ഷൻ കിടന്ന് വെറുതെ കറങ്ങി കളിക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ GTS വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ വരും, ഒരു സെൽഫി അടിക്കും, മുങ്ങും. അതേപോലെ തന്നെ ഒരു കർമ്മം കഴിക്കുന്ന പോലെയാണ്. ഞാനും വന്നിരുന്നു സാറേ, എന്താ അവിടെ അന്നദാനം വല്ലതും നടത്തുന്നുണ്ടോ? GTS വരുന്നുണ്ടോ? നേരത്തെ എത്ത്. അവിടെ വരുന്ന ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കുക, ആ പ്ലാന് പഠിക്കുക, അവിടുത്തെ ആളുകളുടെ കഥ നാളെ എന്റേതാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. നമ്മൾ വരുന്ന മീറ്റിംഗ് ആവട്ടെ, ഈവൻ ദോ നമ്മളിപ്പോ രാവിലെ തിരക്കിട്ട സമയത്ത് നമ്മൾ എന്ത് കേൾക്കുന്നുണ്ട്? ഈ ഐഫ്ലേസ് കേൾക്കുന്നുണ്ട്. വൈ? ഞാൻ എന്തിനു കേൾക്കും? ഇതിന്റെ പ്ലാൻ എന്താണ്? ഇത് കേട്ടിട്ട് ഞാൻ മാറാൻ വേണ്ടി കേൾക്കുകയാണ്, എന്നാൽ അതൊരു ബെനഫിഷ്യറി ആണ്, അതല്ലെങ്കിൽ ഒരു നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. അതല്ല, കേൾക്കാൻ വേണ്ടി കേൾക്കുന്നു. എന്റെ ലീഡർ എന്നോട് ചോദിക്കാനുണ്ട്, നാളെ നീ പങ്കെടുത്തിരുന്ന ആ പ്രോഗ്രാമിന് ചോദിച്ച സമയത്ത് ആ പങ്കെടുത്തിരുന്നു പറയാൻ വേണ്ടിയാണ്. ഇന്ന് 424 വരുന്ന ആളുകളെ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ആളുകൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, ഞാൻ ഇത് ആർക്ക് വേണ്ടിയാ കേൾക്കുന്നത്? ദാറ്റ്സ് വൈ ഞാൻ പറയുന്നു, നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടി കേൾക്കും, എന്നിട്ട് മതി ബാക്കി കാര്യം. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നത്, ഇഫ് ദർ ഈസ് നോ പ്ലാൻ, നമ്മൾ വെറുതെ വട്ടം കറങ്ങുന്നുണ്ടാകും. ഈ ബിസിനസ്സിൽ കാലം കഴിയുന്നുണ്ടാകും. ഞാനും വന്നിട്ട് 2 കൊല്ലമായി, ഞാനും വന്നിട്ട് 5 കൊല്ലമായി എന്നൊക്കെ പറയുന്നുണ്ടാകും. ഇഫ് യു ഹാവ് എ ഗുഡ് പ്ലാൻ ആൻഡ് യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു പ്ലാനിങ്, എന്നാൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. നമ്മുടെ സക്സസ്, എ ഗോൾ വിത്തൗട്ട് പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ്. നമ്മളൊരു ഗോൾ ഉണ്ടാക്കി, പക്ഷെ അതിന് പ്ലാൻ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് എ വിഷ്. അത് വെറും ഒരു ദുരാഗ്രഹം മാത്രമാണ്. അതൊരു വിഷ്ഫുൾ തോട്ടാണ്, ഒരു പകൽ കിനാബ് മാത്രമാണ്. അതായത് നമ്മൾ ഈ പ്ലാൻ ഇല്ലെങ്കിൽ, ഇപ്പൊ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ് പ്ലാൻ എന്ന് പറഞ്ഞത്. സോറി, അതായത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം ഒരു മാറ്റർ, എ ഗോൾ വിത്തൗട്ട് പ്ലാൻ. എനിക്ക് ഗോൾ ഉണ്ട്, പക്ഷെ പ്ലാൻ ഇല്ലെങ്കിൽ അതൊരു വെറും ദുരാഗ്രഹമാണ്. കാര്യം എന്താ? നമ്മൾ പ്ലാൻ എഴുതി വെച്ചിട്ടാണ് കിടന്നുറങ്ങണം, നമ്മൾ കാര്യം നീട്ടിയിരിക്കണം. ഒരുപാട് വലിയ പ്ലാനാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ വർക്കിന് ഇറങ്ങാൻ മിനിമം 12 മണിയാവും, ഇപ്പം 10-11 മണിയാകും. അതല്ലെങ്കിൽ നമ്മൾ ഉച്ചഭക്ഷണാകുമ്പത്തിന് പെരേക്ക് തന്നെ ഓടി വരണം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമാണ് പ്രശ്നം. അതുകൊണ്ട് സ്വപ്നവും ആഗ്രഹവും ഗോളും ടാർഗറ്റും ഉണ്ടോ, ആ ഒരു പ്ലാനും വർക്കിംഗ് പ്ലാനും വെച്ചിട്ട് ഇറങ്ങി പോവുക. അതുകൊണ്ട് പറയുന്നത് പ്ലാൻ ദ വർക്ക് ആൻഡ് വർക്ക് ദ പ്ലാൻ. ഇത് വലിയൊരു വാക്കാണ്. ആ വാക്ക് നമ്മൾ അന്വർത്ഥമാക്കുക, വിശ്വസിക്കുക ചെയ്യാം. A man who does not plan long ahead will find trouble at his door. വലിയൊരു വാക്കാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നതിന് വലിയൊരു പോയിന്റ് ടിപ്പാണത്. കാര്യം ആരാണോ വിശാലമായി പ്ലാൻ ചെയ്യാത്തത് അവൻ ഫ്രണ്ട് ഡോർ തന്നെ ബുദ്ധിമുട്ട് കാണുന്നതാണ്. അതായത് വെറി സ്റ്റാർ ആകുമ്പോ തന്നെ അവന്റെ തല്ല് തീരില്ല. ഒട്ടുമിക്ക ആളുകളും TC ആകുന്നതിനെ തൊട്ട് തന്നെ തച്ചു പിരിഞ്ഞ് ഇതിന്ന് ബിസിനസ് നിർത്തി പോകുന്നുണ്ടാവും. അതായത് TC ആയിട്ടുണ്ട്. ചിലപ്പോൾ വെറി സ്റ്റാർ പോലും ആവില്ല. ചില ആൾക്കാർ ഓർക്ക് 1, 2, 2 ലീഡർ കൂടി വന്നിട്ടുണ്ടാവില്ല. അതിന് മുന്നേ തന്നെ പ്ലെയിൻ പോരാ, ബിസിനസ് പോരാ, ആ പ്രശ്നം ഈ പ്രശ്നം, അമ്മായിമ്മ പോര് പോലെ, അടുക്കള തല്ല് പോലെ, അതല്ലെങ്കിൽ നമ്മൾ അങ്ങാടിയിലെ ഉന്തും തള്ളും പോലെ ഈ ബിസിനസ്സിനെ അവസാനിപ്പിക്കുന്നുണ്ടാകും. ലീഡർമാരൊക്കെ പറയുന്ന വാക്കുണ്ട്, തൊണ്ട് തടഞ്ഞിട്ട് മോനെ കപ്പൽ നിൽക്കരുത്. നീ കേറിയത് കപ്പലാണെങ്കിൽ അത് തൊണ്ട് തടഞ്ഞാൽ നിൽക്കൂല. എന്തുകൊണ്ട് തൊണ്ട് തടഞ്ഞിട്ട് നിന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നീ കേറിയത് കപ്പലല്ല, സ്വപ്നത്തിന്റെ വലിയ കപ്പലല്ല കേറിയത്, നീ കൊതുമ്പ് വെള്ളത്തിലാണ് കേറിയത്. അതുകൊണ്ട് ഞാൻ കേറിയ വാഹനം കപ്പലാണെന്ന് നീ തിരിച്ചറിയണം.
നമ്മൾ ഓരോരുത്തരും കയറിയ കപ്പല് വലിയ വിശാലമായി നാളെ ലോകത്തിലെ മൾട്ടി മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന വെൽനസ് ഇൻഡസ്ട്രി, വെൽനസ് റെവല്യൂഷൻ, എഡ്ടെക് ഇൻഡസ്ട്രി വരുന്നുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഇ കൊമേഴ്സ് വരുന്നുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ അഗ്രികൾച്ചർ റെവല്യൂഷൻ വരുന്നുണ്ട്. എല്ലാം ഒരുമിച്ച ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയുടെ പാർട്ടാണ് ഞാൻ എന്ന ബോധം ഉണ്ടാവില്ല. നമ്മൾ ആകെ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചതറിയോ? എനിക്ക് അൻസാർ തന്ന ഒരു മാത്രം ഞാൻ അതെങ്കിൽ ഇങ്ങനത്തെ ചിന്താഗതിയിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ശരിക്കും ആലോചിച്ചത് ശരിയാ, പക്ഷെ നമ്മൾ ഇന്ന് കൈക്കപ്പൊളിച്ച വസ്തുവിന്റെ വില എത്രയാ? അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്ലാൻ ഉണ്ടാവണം. ഒരു 5 വർഷത്തെ പ്ലാന്, ഒരു 10 വർഷത്തെ പ്ലാന്, ഒരു എന്താ പറയാ, ഇത് കൃത്യമായിട്ട് ലീഡർമാരൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ മിഡ് ടൈം, ലോങ് ടൈം, പല തരത്തിലുള്ള പ്ലാൻ നമുക്ക് ഇല്ലെങ്കിൽ ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രബിൾ വരാൻ തുടങ്ങും. അതായത് നമ്മുടെ ഡോറിനെ തന്നെ പ്രശ്നം വരുന്നത് നമ്മുടെ പ്ലാൻ ഒരിക്കലും ഒരു വർഷങ്ങൾക്കോ 4 വർഷങ്ങൾക്കോ 10 വർഷങ്ങൾക്കോ അപ്പുറത്തുള്ള പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇടക്കാലത്ത് നിർത്തുന്നവരോടും നിർത്തിപ്പോയ ആൾക്കാർക്കും പറ്റിയത് ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വീണ്ടും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത്തെ വേറൊന്ന് പറയുന്നത് ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത് തോമസ് ആൽവ എഡിസന്റെ വാക്കാണ്. ഒരു യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത് happens when opportunity meets with planning. നിങ്ങളുടെ അവസരവും നിങ്ങളുടെ പ്ലാനും തമ്മിൽ ഏത് വഴിയിലാണോ പരസ്പരം കണ്ടുമുട്ടുന്നത് അതിനെയാണ് ഭാഗ്യം എന്ന് വിളിക്കുക. അല്ലാതെ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഒരു സുപ്രഭാതത്തിൽ തലയിൽ ദൈവം സംവിധാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസിംഗ് അല്ല ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളെ കൈക്കൽ ഒരു പ്ലാനും ഉണ്ട്, അതേ സമയത്ത് നിങ്ങളെ കയ്യിൽ ഒരു അവസരമുണ്ട്. ആ പ്ലാനും അവസരവും ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്താൽ, അതായത് മൈ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്, അതിൽ എങ്ങനെ സക്സസ് ആവണം എന്ന് നമുക്ക് SBGയുടെ പ്ലാൻ ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. അല്ലാതെ ഓപ്പർച്യൂണിറ്റിന്റെ വൈക്കും പ്ലാനിന്റെ വൈക്കും ആണെങ്കിൽ നടക്കില്ല എന്നതാണ് സത്യം. സോ ഓൾവേസ് ഹാവ് എ പ്ലാൻ ആൻഡ് ബിലീവ് ഇൻ. കാര്യം ലോകത്തെ എപ്പോഴും മനസ്സിലാക്കല്, നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവുക, അതിൽ വിശ്വസിക്കാൻ നിനക്ക് സമയം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് മനുഷ്യരെ പെട്ടെന്ന് നമ്മുടെ വീടിനകത്ത് കാണപ്പെട്ടു. അപ്പൊ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ ഈ പേരില് എന്റെ നാട് എവിടെയാണ്? നാട് തന്നെ അവൻ ബംഗാളിലാണ്, അല്ലെങ്കിൽ എന്റെ നാട് ചെന്നൈയിലാണ്. അപ്പൊ നീ എങ്ങനെ ഇവിടെ? ഞാൻ ദീ കൂടെ പോയപ്പോ ഇങ്ങനെ കയറിയതാണ്. ആരെങ്കിലും സംഭവിക്കും? വൈഫിനോട് ചോദിച്ചാൽ എന്താ ഇവിടെ? അത് അങ്ങനെ പോയപ്പോ ദീ കൂടെ ഇങ്ങനെ വന്നതാണ്, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും സംഭവം ഇതേപോലെ തന്നെയാണ്. ലോകത്തൊന്നും ഹാപ്പൻസ് ബൈ ആക്സിഡന്റ്. ബൈ ആക്സിഡന്റ് ആയിട്ട് ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണമോ മസ്റ്റ് മേക്ക് എ പ്ലാൻ. അല്ലാതെ സംഭവിക്കൂല. താനേ ജയിച്ചോളും, താനേ നടന്നോളും എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അടുത്ത P ആണ് പാഷൻ. നമ്മൾ എത്ര പാഷനേറ്റഡ് ആണ് ഈ വിഷയത്തിൽ. കത്തി നിൽക്കുന്ന എനർജി നമുക്ക് എത്രയുണ്ട്? ഫയർ ഇൻ ബെല്ലി എന്നാ പറയാ. അടിവയറ്റിൽ തീ പിടിച്ചിട്ടുണ്ടോ ഇല്ലേ? കാര്യം അതുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാനൊരു ടെക്നിക്സ് പറഞ്ഞുതരാം. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ത്രില്ലിംഗ് ഉണ്ടോ? എനിക്ക് പാഷൻ ഉണ്ട്. അതല്ല പെയിൻഫുൾ ആണോ? മീൻസ് ഇനിയിപ്പോ അയാളെ പോകണം, വെയിലും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകണം, അയാളെ നിന്ന് കുറെ വായിന്ന് കേൾക്കണം, ചിലപ്പോൾ അയാൾ ക്രോസിംഗ് നടക്കൂല, വീണ്ടും തരാൻ പറഞ്ഞ അതേ ഡയലോഗ് പറയും. എന്നെ കൊണ്ട് വയ്യ എങ്കിൽ മനസ്സിലാക്കുക നമ്മൾ പാഷനേറ്റ് അല്ല. സോ സീരിയസ്ലി നമുക്ക് ഈ ബിസിനസ് എത്ര ത്രില്ലിംഗ് ആണെന്ന് ചോദിച്ചാൽ, ഞാൻ കാണാൻ പോകുന്നത് എന്റെ പുതിയ ഡയമണ്ടിനെയാണ്. എന്റെ ബിസിനസ്സിലേക്ക് വരാൻ പോകുന്ന ഒരു മില്ലേനിയറെ കാണാൻ പോകുന്നു. ആ വിശ്വാസത്തിലാണെങ്കിൽ ഗ്രേറ്റ്, എഴുതി വെച്ചോ, നിങ്ങൾക്ക് പാഷൻ ഉണ്ട്. സോ പാഷൻ എന്ന് പറയുന്നത് സ്കിൽസ് ആർ പ്രഷ്യസ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്കില്ലൊക്കെ പ്രഷ്യസ് ആണ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതാണ്. ബട്ട് പാഷൻ ഈസ് പ്രൈസ്ലെസ്. നമുക്ക് പാഷൻ കൂടി ഉണ്ടെങ്കിൽ അതാണ് അമൂല്യമായ, അതായത് മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഇതുപോലുള്ള വാഹനം വേണോ, കാറ് വേണോ, അതല്ലെങ്കിൽ അടിപൊളി വിമാനങ്ങൾ, ജെറ്റ്, ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ലക്ഷറി ലൈഫാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ല കഷ്ടപ്പെട്ട കളവണ്ടി ലൈഫാണോ വേണ്ടത്? നമ്മൾ സ്വയം ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, അതും താജ് ഗ്രൂപ്പ് പറയുന്ന ഒരു വാക്കാണ്, സ്കിൽസ് ആർ പ്രഷ്യസ്. സ്കില്ലുകൾ എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്, ബട്ട് പാഷൻ ഉണ്ടെങ്കിൽ അത് പ്രൈസ്ലെസ് ആണ്. അപ്പൊ സ്കില്ലിന്റെ മേലെയാണ് പാഷൻ. നിങ്ങൾക്ക് ഒരു സ്കില്ലില്ലെങ്കിലും ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് ഈ ബിസിനസ് പാഷനേറ്റഡ് ആണെങ്കിൽ, ഇറ്റ് മീൻസ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്കിത് പറയാനുള്ള സ്കില്ലില്ല സാറേ, ഇംഗ്ലീഷ് അറിയില്ല സാറേ, അല്ലെങ്കിൽ സംസാരിക്കാൻ സ്കില്ലില്ല സാറേ. നോ പ്രോബ്ലം മൈ ഡിയർ. പാഷൻ ഉണ്ടോ? ഇതിന് അറ്റം കണ്ട അടങ്ങുന്ന വാശിയുണ്ടോ? ഇറ്റ്സ് ഇനഫ്. അത് സ്കില്ലിന്റെ മുകളിലാണ്. സോ എ ലൈഫ് വിത്തൗട്ട് പാഷൻ ഈസ് സ്ലോ വേ ടു ഫ്രീസ് ദ ഡെത്ത്. മരണത്തിലേക്കുള്ള യാത്രയാണ് പാഷൻ ഇല്ലാത്ത ജീവിതം. അതായത് മൈ ലൈഫിനകത്ത് ഒരു ലൈഫ് വേണം, നിനക്ക് പാഷൻ വേണം. അതല്ല, നമുക്ക് പാഷൻ ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ഫ്രീസിങ് ടു ഡെത്ത്, മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ ബിസിനസ് നമ്മൾ നാളെ നിർത്തും. അതുകൊണ്ട് ഇതൊരു പാഷനായിട്ട് സ്വീകരിക്കുക. അലോ യുവർ പാഷൻ ടു ബിക്കം യുവർ പർപ്പസ്. നിന്റെ പാഷനും പർപ്പസും ഒന്നാവട്ടെ എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, പാഷനാണ് നമ്മളെ വേദന അവസാനിപ്പിക്കുന്ന ഒരു പ്രധാന ബ്രിഡ്ജ്. നമുക്കുണ്ട് മാറാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഫരീദ് ഖാലിദ് പറയുന്ന ഒരു വാക്കാണ്, എന്താ പറയാ,
നമുക്ക് എപ്പോഴും പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേദനകളെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ പറ്റി വിഷയമില്ല എന്നാണ്. അതുകൊണ്ട് പാഷൻ ഉണ്ടാക്കുക. ഈ ബിസിനസ് എപ്പോഴും പാഷൻ ആകുന്ന സമയത്ത് പെയിൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു ത്രില്ല് ഉണ്ടാവുക. ഇന്ന് നേരം വിളിക്കുമ്പോൾ വന്ന രണ്ടാളെ കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം എന്റെ 2:10 ഞാൻ കാണാൻ പോകുന്നത്, ആ വ്യക്തി എന്റെ ഡയമണ്ട് ആണ്. ഈ വിശ്വാസത്തിലേക്ക് പാഷനേറ്റഡ് ആവുക. അടുത്ത പി ആണ് പ്രോഡക്റ്റ്. നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലെ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്നാ പറയാം. ഒന്നെങ്കിൽ നമ്മളെ കയ്യിലെ പ്രൊഡക്റ്റ്, നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലേ, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ലാതെ, നമ്മളിത് ഉപയോഗിക്കാതെ നമുക്ക് ഇതിന്റെ സക്സസ് സാധ്യമല്ല മൈ ഡിയേഴ്സ്. അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരായിരിക്കണം, നമ്മൾ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കണം, അതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം. നമുക്ക് ആ പ്രൊഡക്റ്റ് അഭിമാനത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ആയിരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, നമ്മളിൽ നിന്നൊരു പ്രൊഡക്റ്റ് ജന്മം കൊള്ളണം. അതൊരു പ്രധാന ഘടകമാണ്. സാധാരണ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മിൽ നിന്നൊരു പ്രൊഡക്റ്റ് ജന്മം കൊള്ളണം. എങ്ങനെയാ നമ്മിൽ നിന്ന് പ്രൊഡക്റ്റ് ജന്മം കൊള്ളല്? മൈ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ SBG കിട്ടി, പക്ഷെ SBG നിന്നൊരു പ്രൊഡക്റ്റ് ജന്മം കൊണ്ടു, ദാറ്റ് ഈസ് റീഗ. ഇതേപോലെ ഞാൻ എന്ന വ്യക്തിക്ക് ഈ ബിസിനസ് കിട്ടി, റീഗ കിട്ടി, മൈ ലൈഫ് കിട്ടി, SBG കിട്ടി. എന്നിൽ നിന്നൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീമിനെ വാർത്തെടുക്കണം. ആദ്യം ഞാൻ എന്നെയാ വാർക്കേണ്ടത്. എന്നെ വാർത്ത് സെറ്റായാലും അടുത്ത ടീമിനെ എനിക്ക് വാർക്കാൻ പറ്റും. കാര്യം എന്താണ്? നമ്മളിൽ നിന്ന് ആരാണോ ആദ്യം താഴത്ത് വന്ന രണ്ടാള്, അദ്ദേഹത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആരാണ് എന്റെ താഴത്ത് ആദ്യം വന്നത്? ഉദാഹരണം 3 ഐഡിയകളോ നമുക്കുള്ളത്. ആദ്യം പഠിച്ചത് ഞാൻ എന്റെ ഐഡിയ ആണ്, അത് മദർ ഐഡിയ ആണ്. പിന്നെ ഓർഗ് 1 ഉം 2 എന്ന് പറഞ്ഞത് ട്രൈപോഡ് നിയമപ്രകാരം ഓർഗ് ബ്രാഞ്ച് 1 ഉം ആര് തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഓർഗ് 2 ഉം ആര് തന്നെയാണ്, ഞാൻ തന്നെയാണ്. ആ രണ്ടാൾക്കാരെ ഞാൻ ഡെവലപ്പ് ചെയ്യണം. അത് ആര് തന്നെയാണ്? ഞാൻ എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യണം. എന്നിൽ നിന്നൊരു പ്രൊഡക്റ്റ് ജന്മം കൊള്ളണം. ഒരു നല്ല സ്കിൽഫുൾ ആയിരിക്കുന്ന, ഒരു ലീഡർഷിപ്പ് ഉള്ള, ഒരു നല്ല വിഷണറി ആയിരിക്കുന്ന, ബിസിനസിന്റെയും സക്സസിന്റെ ഒക്കെ ABCD ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ബിലീഫും കമ്മിറ്റ്മെന്റും ഡ്രീമും എല്ലാം ഉള്ള, എല്ലാ ABCD ഉള്ള ഒരു മനുഷ്യൻ ജന്മം കൊള്ളണം. അത് മസ്റ്റാണ്. അത് പ്രൊഡക്റ്റിനോട് കൂടെ നിങ്ങൾ കൂട്ടി വായിക്കാം. കാരണം ലോകത്ത് വിജയിച്ച ഗ്രേറ്റ് കമ്പനീസ് ആർ ബിൽഡ് ഓൺ ഗ്രേറ്റ് പ്രൊഡക്റ്റ്. തല്ലിപ്പൊളി കമ്പനികൾ തല്ലിപ്പൊളി പ്രൊഡക്റ്റിലാണ്, പക്ഷെ വിജയിച്ച വലിയ കമ്പനികളൊക്കെ അടിപൊളി പ്രൊഡക്റ്റും മാർക്കറ്റിംഗും പ്രൊമോഷനും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എ മാൻ ഈസ് ബട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്. ഒരു മനുഷ്യൻ അവന്റെ ചിന്തയുടെ പ്രൊഡക്റ്റ് ആണ്. വാട്ട് ഹി തിങ്സ് ഹി ബിക്കം. അവൻ എന്താ ചിന്തിക്കുന്നത് അതായിട്ട് അവൻ മാറുന്നുണ്ടാകും. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നാളെ തോൽക്കാൻ പോവാണ്, ഞാൻ ഒരിക്കലും വിജയിക്കില്ല, എനിക്കിതിൽ സക്സസ് ആകാൻ പറ്റില്ല എന്നാണോ? ഒന്നും അതായിരിക്കും ഞാൻ. അതല്ല നമ്മുടെ ചിന്താഗതി മുഴുവൻ. ഇന്നല്ലെങ്കിൽ നാളെ, വൺ ഡേ ഐ വിൽ, ഒരു ദിനം എന്റേത് വരാനുണ്ട്. ഐ ഷാൽ ഓവർകം വൺ ഡേ, ഒരു നാൾ ഞാൻ ഇതൊക്കെ ഓവർകം ചെയ്യുന്നുണ്ടാകും. ഇന്ന് ഞാൻ കണ്ണീരിന്റെയും കഥകളും പറയുന്നുണ്ടെങ്കിലും നാളെ ഒരു മൾട്ടി മില്യണറുടെ സക്സസ് ഞാൻ പറയും. എനിക്കും ഈ ലൈഫ് നാളെ പറയാനുണ്ട്. മൈ ലൈഫിലെ വിജയത്തിന്റെ മൈക്ക് ഞാൻ പിടിക്കും. ഒരു നാൾ ഞാൻ ITC ആകും, ഒരു നാൾ ഞാൻ ഡയമണ്ട് ആകും. ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ചിന്തയാണ് കൂടെ ഉള്ളതെങ്കിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ തിരുത്താനുള്ളത് നമ്മുടെ ചിന്തയാണ് എന്ന് മനസ്സിലാക്കാൻ വെരി ഇമ്പോർട്ടന്റ്. അടുത്ത എന്നൊക്കെ പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാൻഡർഡൈസിങ് പ്രൊഡക്റ്റ് ആണ് എന്ന് മാത്രമല്ല, യൂറോപ്യൻ സ്റ്റാൻഡർഡൈസിങ് വന്നതാണ്. എല്ലാ പ്രൊഡക്റ്റിന്റെ എഫിക്കസിയും ഉറപ്പുവരുത്തിയ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് ബെസ്റ്റ് കമ്പനീസ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് കമ്പനിയിലാണ്, ബെസ്റ്റ് സക്സസും നമുക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അടുത്ത പി ആണ് പ്രസന്റേഷൻ. നമ്മളെ പ്രസന്റേഷൻ എത്ര പവർഫുൾ ആണ് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാകാം. നമ്മൾ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നാ പറയാം. മുഖത്ത് എപ്പോഴും ആ പുഞ്ചിരിയും സന്തോഷം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ തന്നെ ഇത് ജയിക്കൂലോ എന്ന് അറിയില്ല, ഞാനിത് ഗതി കൊട്ടുകൊണ്ട് പറയണം എന്ന രൂപത്തിലാവരുത് നമ്മുടെ പ്രസന്റേഷൻ. എപ്പോഴും മുഖത്ത് ഒരു പ്രസന്റബിൾ ഫേസ് ഉണ്ടായിരിക്കണം. അതിനെ പറ്റുന്ന കോൺഫിഡൻസ് നമ്മുടെ മുഖത്ത് കാണണം. ഞാൻ ആ 2:10 വാങ്ങാൻ പോവുകയാണ് എന്നതിന്റെ വക്കത്ത് നിന്ന് പ്രസന്റേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച റിസൾട്ടിന്റെ സന്തോഷമാണ്. ഐ ജസ്റ്റ് ഷെയറിങ് മൈ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു എന്താ പറയുക ഫീച്ചറിനേക്കാൾ കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ സീരിയസ്ലി ഈ പ്രസന്റേഷന്റെ വിഷയത്തിൽ പറയുമ്പോൾ നമ്മുടെ വർക്ക് തന്നെയാണ് നമ്മുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാപ്പബിലിറ്റീസ്. നമ്മുടെ അവർ വർക്ക് ഈസ് ദ പ്രസന്റേഷൻ അവർ കാപ്പബിലിറ്റി. നമ്മുടെ കഴിവിന്റെ പ്രസന്റേഷൻ ആണ് നമ്മളെ വർക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഏത് വർക്ക് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ നിന്നെ കൊണ്ട് കഴിയുന്ന വർക്ക് എടുക്കുന്നു എന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് വലിയ വർക്കിലേക്ക് പോകുമ്പോൾ അത്രയും കപ്പാസിറ്റി എന്നാണ്. അതുകൊണ്ട് വർക്ക് വലുതാവട്ടെ, വലിയ ടീമിന് പ്ലാൻ കൊടുക്കട്ടെ, വലിയ തലത്തിലേക്ക് പോകട്ടെ, ആരെയും കാത്തു നിൽക്കണ്ട. അതിനനുസരിച്ച് നിന്റെ കപ്പാസിറ്റി വലുതാണെന്ന് നീ കാണിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, എ ഗ്രേറ്റ് പ്രസന്റേഷൻ ഗിവ്സ് സ്മാർട്ട് ഐഡിയാസ് ആൻഡ് അഡ്വാൻറ്റേജ്. ഒറ്റ കാര്യമുണ്ട്, നല്ല നല്ല പ്രസന്റേഷൻ കിട്ടിയാൽ നല്ല നല്ല ഐഡിയകൾ കിട്ടും അല്ലെ? ചില പ്രസന്റേഷൻ കഴിയുമ്പോൾ നമുക്ക് ബ്രെയിനകത്ത് ഒരുപാട് ചിന്താധാരകളാണ്. ന്യൂറോണിന്റെ വയറിംഗ് ആൻഡ് ഫയറിംഗ് എന്ന് പറയും. നമ്മുടെ ബ്രെയിനിനകത്ത് ഒരുപാട് ചിന്താധാരകളുടെ മാലപ്പടക്കം പൊട്ടിത്തെറിക്കുന്ന പ്രസന്റേഷന്റെ പ്രത്യേകതകളാണ്. അത്രയും ഐഡിയ കിട്ടുന്ന ആ പ്രസന്റേഷൻ അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് തന്നെ റിയാലിറ്റി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്കിൽ എന്നാണ്. പറഞ്ഞു ശരിയാവുള്ളത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ ശരിയായത്. ഇതിലെ ഓരോ ലീഡർമാരും പ്രസന്റ് ചെയ്ത് തന്നെയാണ് ശരിയായത്. എന്ന് മാത്രമല്ല, ഇഫ് യു ഡോണ്ട് നോ വാട്ട് യു വാണ്ട് ടു അച്ചീവ്,
എന്ത് അച്ചീവ് ചെയ്യണമെന്ന് നിന്റെ പ്രസന്റേഷനിൽ നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഓഡിയൻസിന് അത് മനസ്സിലാകുന്നുണ്ടാവില്ല. എഗൈൻ ഐ സേ, ഞാൻ എന്ന ലീഡർക്ക് ഞാൻ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ അറിയാതിരിക്കുകയോ എനിക്ക് എന്താ അച്ചീവ് ചെയ്യണമെന്നോ അറിയാതിരിക്കുകയോ ചെയ്താൽ എന്റെ ടീമിന് അത് കിട്ടൂല. അതുകൊണ്ട് മനസ്സിലാക്കുക, എന്റെ ടീമിനകത്ത് ഒരു അച്ചീവ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ ആ അച്ചീവർ ആദ്യമായി ഞാനായി മാറണം. ഞാൻ അച്ചീവ്മെന്റ് നടത്താൻ പോകുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റണം. എന്റെ സ്വപ്നത്തെ എനിക്ക് വിൽക്കാൻ പറ്റണം, മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് എന്റെ ടീമിനായ എനർജി ഉണ്ടാവുള്ളൂ. സോ സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പ്രസന്റേഷന്റെ ശക്തി കൂട്ടുക എന്നതാണ്. നെക്സ്റ്റ് പി ആണ് പാഷ്യൻസ്. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നതാണ്. സോ അടുത്ത പി ആണ് പാഷ്യൻസ്. നമുക്ക് കാത്തിരിക്കാനുള്ള സമയം വേണം. നമ്മൾ എപ്പോഴും പറയും വേവോളം കാത്തുന്നില്ല, ഞാൻ ആരോളം കാത്തു നിൽക്ക്. ഇത് പ്രധാനമാണ്. ഇതൊരു ബിസിനസ് ആണ്. ജോലി കൂലിയാകുമ്പോൾ പാടത്ത് ജോലി വരമ്പത്ത് കൂലിയാണ്. അത് പ്രശ്നമല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് അല്ല, അതല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല, അതല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് അല്ല. ESൽ നിന്ന് BIയിലേക്ക് മാറുന്ന സമയത്ത് P എന്ന് പറയുന്നതും I എന്ന് പറയുന്നതും ഒരു വലിയ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ആണ്. ആ ക്വാഡ്രന്റിന്റെ മൈൻഡ് സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അപ്പൊ ബിസിനസ്സിൽ വന്നിട്ട് ഒരാഴ്ചയിലെ 4 മാസമായില്ലേ 5 മാസം, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. 1 ഡേ 10 വർഷക്കാലം ഒരു നയാ പൈസ ലാഭമില്ലാതെ വെറും പുസ്തകം മാത്രം വിറ്റതാണ് ആമസോൺ മുതലാളി ബെസോസ്. 1 രൂപ പൈസ ലാഭമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബില്യണിയർ ആകാൻ പോകുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജെഫ് ബെസോസാ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുന്നാടിമാര് തന്നെയാ ആമസോൺ ആണ്. ഇതാണ് അവരുടെ കാത്തിരിപ്പ്. സോ വിജയിച്ച ആൾക്കാരൊക്കെ കാത്തിരുന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുക. കാര്യം ലോകത്ത് വിജയിക്കാമെങ്കിൽ ഇന്നല്ലാഹു മഅസ് സ്വാബിരീൻ, വിജയിച്ചവന്റെ കൂടെയാ ദൈവം. ഈ വാക്കിനർത്ഥം അതാണ്. ദൈവം നിൽക്കുന്നത് എന്താ പറയുക, ഇന്ത്യയുടെ അല്ലാഹ് വിത്ത് ദ പാഷൻ. നിശ്ചയം ദൈവം നിൽക്കുന്നത് 100% ക്ഷമിക്കുന്നവന്റെ കൂടെ, കാത്തിരിക്കുന്നവന്റെ കൂടെയാണ്. എന്താണ് ഈ ദൈവം എന്ന് പറഞ്ഞത്? അതൊരു വലിയ ശക്തിയാണ്. ആ ശക്തി ആരെ കൂടെ നിന്നിട്ടേ സപ്പോർട്ട് ചെയ്യുള്ളൂ? കാത്തിരിക്കുന്നവന്റെ കൂടെ. അതല്ലാതെ വിട്ടെറിഞ്ഞു പോകുന്നവന്റെ കൂടെ ദൈവം ഇല്ല, ദൈവത്തിന്റെ പാശം ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ജസ്റ്റ് വെയിറ്റ് വൺ ഡേ. കാര്യം ഇതിനകത്ത് എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. നീ സഞ്ചരിക്കുന്ന ട്രാക്ക് സക്സസിന്റെ ട്രാക്ക് ആണെന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. നിങ്ങളുടെ കൈകളിൽ സിസ്റ്റം ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. നമ്മളെ കയ്യിൽ സിസ്റ്റം ഉണ്ടോ എങ്കിൽ വൺ ഡേ നമ്മൾ സക്സസ് ആയിരിക്കും. ഒരു സംശയം കരുതണ്ട. ഈ ബിസിനസ് സക്സസ് ആവാനുള്ളത് തന്നെയാ. ഇതിൽ ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. മറ്റൊരു പി ആണ് പെയിന്. നമ്മൾ നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ ഇതിനകത്ത് പെയിൻ എടുക്കാൻ റെഡി ഉണ്ടോ? പെയിൻ ഈസ് വാട്ട് മേക്ക് വിന്നിങ് സോ ഗ്രേറ്റ്. വിജയത്തെ മാധുര്യം കൂട്ടുന്നത് പെയിനാണ്. നമുക്കറിയാൻ പറ്റും ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടിയത് എന്താ? നമ്മുടെ വിശപ്പാണ്. നല്ല ദാഹമുള്ള സമയത്ത്, സാധാരണ റമദാൻ മാസമൊക്കെ നമ്മൾ ഓരോസ്കാരത്തിന് നമ്മൾ ഒന്നെടുത്താൽ ഒന്നും തീരില്ല. കാര്യം എന്താ? ഹൗദിലെ വെള്ളം തീർന്നാലും ഒന്നും നമുക്ക് തീരില്ല. കാര്യം എന്താ അറിയോ? അതിങ്ങനെ നാവിൽ തട്ടുമ്പോഴും അത് മുഖത്ത് തട്ടുമ്പോഴാണ് സുഖം. കാര്യം എന്താ അറിയോ? അത്ര കണ്ട് നമുക്ക് ജലത്തോട് താല്പര്യമുണ്ട്, വെള്ളത്തോട് താല്പര്യമുണ്ട്. ഇതേപോലെയാണ് നമുക്ക് എത്ര കണ്ട് പെയിൻ ഉണ്ടായിട്ടുണ്ടോ അത്രയും നല്ല കഥയായിരിക്കുന്ന ബെസ്റ്റ് സ്റ്റോറി. അതായത് ദ സ്വീറ്റസ്റ്റ് ലൈൻസ് ആർ കംസ് ഫ്രം ദ സാഡസ്റ്റ് തോട്ട്സ്. ഇത് എഴുതിയത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അതായത് നമ്മുടെ പാബ്ലോ നെരൂദയുടെ കവിത വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നോവുന്ന മനസ്സിനെ പാടാൻ അറിയൂ മധുരമായി ആർദ്രമായി എന്ന് പറയുന്ന ഒരു കാവ്യശകലമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഗെയിൻ വേണമോ നല്ല പെയിൻ എടുക്കാൻ നമ്മൾ റെഡിയാവണം എന്നുള്ളതാണ് മറ്റൊരു സത്യം. അവിടെ തന്നെ പെയിന് കൂടുതൽ ഉണ്ടെങ്കിൽ ആ പെയിനിന്റെ ഫുൾ ഫോം വേണമെന്ന് കണ്ടോളൂ. ഇതാണ് ആ പെയിനിന്റെ ഫുൾ ഫോം: പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻസ്. അതായത് പെയിൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇതാണ്: പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുക ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻ. നമുക്ക് എത്ര നെഗറ്റീവിന്റെ സിറ്റുവേഷൻ വന്നാലും ടീം കൊഴിഞ്ഞു പോയി, അപ്ലൈനെ എതിർത്ത് പറഞ്ഞു, ഡൗൺലൈൻ കുറ്റം പറഞ്ഞു, ഇതൊക്കെ നെഗറ്റീവ് സിറ്റുവേഷനാണ്. ആ സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് പെയിൻ. അതുകൊണ്ട് പെയിൻ നല്ലതാണ്. അടുത്ത പി ആണ് പ്രൊഫഷണലിസം. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ടച്ചിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. എന്താണ് പ്രൊഫഷണൽ ടച്ച്? നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യത്തെ പ്രൊഫഷണലൈസ് ചെയ്യുമ്പോഴാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നത്. നമുക്കൊക്കെ അറിയാം, ബാത്റൂമിൽ നമ്മളൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ യേശുദാസ് ആയില്ല. എന്താ കാരണം അറിയോ? പാട്ടിനെ നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്തില്ല. ഈ നിൽക്കുന്ന മുഴുവൻ ആളും ക്രിക്കറ്റ് കളിച്ചപ്പോൾ തന്റെ മുറ്റത്തും പാടത്തും മൈതാനത്തും ഒക്കെ അവർ കൃത്യമായിട്ട് എന്താണ് നല്ല 6 പൊട്ടിച്ചിട്ടുണ്ട്, നല്ല ഫുട്ബോളിൽ ഗോൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഇന്റർനാഷണലി നെയ്മറോ അതല്ലെങ്കിൽ സൗരവ് ഗാംഗുലിയോ സച്ചിനോ ആയില്ല. എന്തുകൊണ്ടായില്ല? അതിനെ പ്രൊഫഷണലിസം ചെയ്തില്ല. പ്രൊഫഷണൽ മാർക്കറ്റിലേക്ക് അതിനെ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കൂടുമായിരുന്നു. അതുപോലെ ഞാൻ ഇന്ന് ചെയ്യുന്ന ബിസിനസ് ഒരു വലിയ പ്രൊഫഷണൽ ബിസിനസ്സാണ്. ഒരുപാട് പ്രൊഫഷൻ തേടി വരുന്ന ആൾക്കാരുടെ വലിയ ഉത്തരമാണ്. സോ ആ പ്രൊഫഷൻ തേടി വരുന്ന ആൾക്കാർക്കനുസരിച്ച് ഞാൻ പ്രൊഫഷണൽ ആയിരുന്നോ എന്നുള്ളത് പ്രധാന ഘടകമാണ്. അതിന് നമ്മളുടെ ഡ്രസ് കോഡ് മാറണം, അറ്റയർ മാറണം, സംസാര ശൈലി മാറണം. നമ്മൾ ഭയങ്കര മുൻചുണ്ടിക്കാരനാണോ അത് മാറ്റണം. നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിരിക്കുന്നയാളാണോ അത് മാറ്റണം. വെറുതെ മൊബൈലിൽ കഥ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ, വെറുതെ നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ തോണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സമയം കളയുന്ന വ്യക്തിയാണോ അത് മാറ്റണം.
എല്ലാ സമയത്തും കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണോ അത് മാറ്റണം. ഓൺലി കംപ്ലൈന്റ് മാൻ വുമൺ ആണോ, അതായത് എന്തിനും കംപ്ലൈന്റ്, ജന്മത്തിൽ സക്സസ് പ്രതീക്ഷിക്കേണ്ട എന്നാണോ നമ്മളെ കംപ്ലൈന്റ് സ്റ്റോപ്പ് ആണത്, അന്ന് സക്സസ് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ മാൻ ആവാൻ ശ്രമിക്കുക, സംസാരത്തിലും ആറ്റിറ്റ്യൂഡും എല്ലാത്തിലും. അടുത്ത ഒന്നാണ് പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഏകദേശം സെയിം ആണ്. നമുക്ക് പ്രൊഡക്റ്റ് അല്ല വേണ്ടത്, പ്രൊഡക്ടിവിറ്റിയാണ്. ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട് വരുന്നുണ്ടോ നമ്മൾ മോണിറ്റർ ചെയ്യണം. പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യണം. ദാറ്റ് ഈസ് ആക്ച്വലി മെയിൻലി പ്രൊഡക്ടിവിറ്റി. വിശദമായിട്ട് ലീഡർമാർ പറയും, സമയക്കുറവ് മൂലം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നല്ലോ. നെക്സ്റ്റ് വൺ ആണ് പ്രോഗ്രാം. ജനം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട മാറ്റർ പ്രോഗ്രാം. കാര്യം എന്താണ്, നമ്മളൊരു പക്ഷേ ഒരു വീടിന്റെ മുറ്റത്തിരുന്നിട്ട് മണിക്കൂറോളം പറഞ്ഞിട്ടും തിരിയാത്ത സാധനം 5 മിനിറ്റ് ഒരു പ്രോഗ്രാം കൊടുന്ന ആ മനുഷ്യനിക്ക് തിരിയും. കാര്യം എന്താ അറിയോ, അവനക്ക് ഇതിലെ ഇൻഫർമേഷനോ ഡാറ്റയോ വേണ്ട, അവനക്ക് ആകെ വേണ്ടത് കോൺഫിഡൻസിന്. ഞാൻ എത്ര തോരാതെ വെള്ളത്തിൽ നമ്മളറിയില്ലേ വായിലെ വെള്ളം പറ്റി പറഞ്ഞാലും ഒരു പക്ഷെ അവർക്ക് ഇതിൽ കോൺഫിഡൻസോ ബിലീഫോ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോൾ അവൻ ചിന്തിക്കും, എന്നേക്കാൾ കഴിവില്ലാത്ത ആ ചേച്ചിയുടെ കഥയല്ലേ അത്, എന്റെ അതേ സ്വഭാവമുള്ള, അതുപോലെ തന്നെ ഞാൻ നാടൻ കൂലി പണിക്കാരനാണ്, അവന്റെ കഥയല്ലേ കൂട്ടിട്ട് പറഞ്ഞത്, അപ്പൊ എനിക്ക് മാറാലോ. ഇങ്ങനെയുള്ള ഒരു സ്ഥാനം ക്രിയേറ്റ് ചെയ്യാൻ ഒരു പക്ഷെ നമ്മൾ 10 ദിവസം പറഞ്ഞിട്ടും തീരാത്ത കോൺഫിഡൻസും റിസൾട്ടും ഉണ്ടാക്കാൻ പ്രോഗ്രാമിലേക്ക് 10 മിനിറ്റ് കൊണ്ടുവന്നാൽ മതി. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കാൻ, ഞാൻ എന്ന വ്യക്തിയും പ്രോഗ്രാമിന്റെ പ്രധാന ബന്ധു അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് ഔട്ടാകും. നെക്സ്റ്റ് വൺ ആണ് പ്രൊമോഷൻ. ലോകത്ത് വിജയിച്ച മുഴുവൻ സാധനം പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ സീരിയസ്ലി പറയാറുണ്ട്, കഴിഞ്ഞ നമ്മുടെ ഇതിന് വന്നപ്പോ GTS മലപ്പുറത്തേക്ക് വന്ന സമയത്ത് അവിടെ KPSTA എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക അധ്യാപക സംഘടനയുടെ മീറ്റിംഗ് മലപ്പുറത്ത് വെച്ച് നടന്നു, സംസ്ഥാന സമ്മേളനം. അത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, ദാറ്റ് ഈസ് KPSTA. പക്ഷെ രസകരമായ സീൻ എന്താ വെച്ചാൽ മലപ്പുറത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ബ്രിഡ്ജുമലും എല്ലായിടത്തും വരെ കൊടികളും സാധനമൊക്കെയുണ്ട്. പക്ഷെ ആക്ച്വലി ആ മീറ്റിങ്ങിന് ആരാ വരാനുള്ളത്? ആ മീറ്റിങ്ങിന് വരാനുള്ളത് സ്കൂളിലെ അധ്യാപകന്മാരാണ്. അവർക്ക് കൃത്യമായി ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അവരെ വരുള്ളൂ. അല്ലാതെ ഈ കൊടി വെച്ച നടു റൂട്ടിലെ വ്യക്തികളോ യാത്രക്കാരോ ആ മീറ്റിങ്ങിന് വരൂല. ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് പ്രൊമോഷൻ. ഇത് ഇത്രയും വലിയൊരു സമ്പ്രദായമാണ്, സംഘടനയാണ്, എല്ലാവരും എത്തിക്കോളൂ എന്ന് പറയുന്ന അവർ കാട്ടുന്ന ആ ആഷ്പൂ ഷോ വർക്കുകൾ ഉണ്ടല്ലോ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ. നമ്മുടെ ബിസിനസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ നടത്തിയിട്ട് പോയല്ലേ, നമ്മുടെ സ്വപ്നത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ പ്ലാനിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ടീമിനെ, ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ പ്രധാന ഘടകം. സോ മസ്റ്റ് പ്രൊമോഷൻ ആയിട്ട് കൂടെ ഉണ്ടാവണം. നെക്സ്റ്റ് വണ് പ്രയോറിറ്റി. നെക്സ്റ്റ് പ്രയോറിറ്റി എല്ലാത്തിനും വലുത് ഈ ബിസിനസ് ആണ് എന്ന പ്രയോറിറ്റിയാണ്. നമുക്ക് സമയമില്ല എന്ന് പറയുന്ന വ്യക്തിയോട് ഒറ്റ ഉത്തരം പറയാനുള്ളൂ, അവർക്ക് ഈ ബിസിനസ് പ്രയോറിറ്റി ആയിരുന്നില്ല. ചില ആൾക്കാർ പറയാനുണ്ട്, സാറേ എന്താ പറയാ, ഞാൻ വേറൊരു ജോലിയുടെ പാർട്ടായതുകൊണ്ട് വരുമാനം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ അങ്ങോട്ട് പോയതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിരിച്ച്, അപ്പൊ ഈ ബിസിനസ്സിനകത്ത് എന്ത് പിന്നെ അടക്കേ കൊടുക്കുന്നത്, അടക്കയും തേങ്ങയും മാങ്ങയും കൊടുക്കുന്നത്, ഇതിനകത്തും വരുമാനം തന്നെയല്ലേ കൊടുക്കുന്നത്, ഇതിനകത്തും ലൈഫ് തന്നെയല്ലേ കൊടുക്കുന്നത്, എന്താ ആ ജോലിക്ക് മാത്രം പ്രത്യേകത, ഇതിനെന്തൊരു 2ാം നമ്പറും? അങ്ങനെയില്ല. ഈ ബിസിനസ് അതാണ് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് പ്രയോറിറ്റി ആണോ നിനക്ക്? നമ്മൾ ശരാശരി പറയണ്ട, സാറേ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കകത്ത് നിനക്ക് ഒരു മന്ത്ലി ഇൻകം 1 കോടി പ്രതീക്ഷയുണ്ടോ, 10 ലക്ഷം പ്രതീക്ഷയുണ്ടോ? ഇല്ല. മൈലേജിനകത്തോ പ്രതീക്ഷയുണ്ട്, പിന്നെന്താ മീറ്റിംഗിന് വരാത്തത്? അല്ല സാറേ, പിന്നെ സാറേ. ഇതാണ് പ്രശ്നം. സോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? എന്റെ ടീമോ എനിക്ക് പ്രയോറിറ്റി ആണോ? എങ്കിൽ എനിക്ക് സമയം ഉണ്ടാകും. എന്റെ ബിസിനസ് എനിക്ക് പ്രയോറിറ്റി ആണോ? GTSന് വരാൻ പറ്റും. എന്റെ എന്താ പറയാ രാവിലത്തെ ഹൈഫ്ലൈസ് മീറ്റ്, റീഗ്നേറ്റ് പ്രോഗ്രാമുകളൊക്കെ അവിടെ. ഇതിൽ ഞങ്ങളെ പോലത്തെ ഓരോ വിജയിച്ച ലീഡർമാരെ, നിങ്ങളെ ഒരുപാട് STCL പോലെ ലീഡർമാരുണ്ട്. അവിടെ ചോദിച്ചു നോക്കുക, അവർക്ക് നാട്ടിൽ കല്യാണം ഇല്ലാത്തതുകൊണ്ടോ, കുടുംബം നടക്കാത്തതുകൊണ്ടോ, നാട്ടിനകത്ത് പ്രശ്നമില്ലാത്തതുകൊണ്ടോ, അവർക്കൊക്കെ എല്ലാ കുടുംബത്തിനകത്ത് നാട്ടിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നവും ലീഡർക്ക് ഉണ്ട്. സ്റ്റിൽ അവരെ പ്രയോറിറ്റി മൈ ലൈഫ് ആയിരുന്നു, അതായിരുന്നു അവരുടെ സക്സസ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് ആദ്യം ബിസിനസ് പ്രയോറിറ്റൈസ് ചെയ്യാം. നെക്സ്റ്റ് വൺ പിക്ചറൈസേഷൻ, ലാസ്റ്റ് വൺ ആണത്. പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആ കണ്ട സാധനമൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് എന്താണോ നേടാൻ വരാനുള്ളത്, അതായത് നമുക്ക് നാളെ വരാനുള്ള അച്ചീവ്മെന്റ്, കാറാവട്ടെ, വണ്ടിയാവട്ടെ, ജീവിതമാവട്ടെ, എന്താവട്ടെ, അത് നമുക്ക് ഇന്ന് തന്നെ പിക്ചറൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം, വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിലായി ജീവിക്കാൻ പറ്റണം. സ്റ്റിൽ ഇഫ് യു ആർ ഡ്രൈവിംഗ് യുവർ ബൈക്ക്, നിന്റെ ബൈക്കിലാണ് നീ ഓടിക്കുന്നത്, ബട്ട് ഫീൽ ഇറ്റ്സ് എ BMW, ഇറ്റ്സ് എ ബെൻസ്, അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്താൽ സംഭവിക്കുന്നതാണ്. കാരണം ഈ ബ്രെയിനിനൊരു സ്വഭാവമുണ്ട്, ബ്രെയിനൊരു പൊട്ടനാണ്. അതുകൊണ്ട് ബ്രെയിൻ എന്തും അത് സ്വീകരിക്കും. ആക്സെപ്റ്റ് ചെയ്താൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡ്രീം കയറിയാൽ, ഡ്രീം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറലപ്പോഴാണ് when we repeatedly ആ കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും. ഒരു വസ്തുവിനെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. One day I will be ITC, I am an ITC, I am an ITC, I am ignited, I am ignited, I am a successful person, I earn 1 lakh per month, ഒരു മാസം ഞാൻ 1 ലക്ഷം ഉണ്ടാക്കും. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അത് അപ്പോസിലേക്ക് കയറും. അത് നമ്മൾ ഫീൽ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ പിക്ചറൈസേഷൻ നടന്നു. അപ്പൊ നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ തല്ലിപ്പൊളി ടീമിനെയോ തട്ടിക്കൂട്ടൽ പരിപാടിയോ നമ്മൾ പിക്ചറൈസ് ചെയ്യല്ലേ.
നമ്മളുടെ ഡ്രീമിനേക്കാണ് നാളെ നമ്മളൊരു ITC ആകുമ്പോൾ, ഡയമണ്ട് ആകുമ്പോൾ, നാളെ ഒരു UTCയും GTCയും കണ്ടിന്യൂസ് സീലിംഗും ഒരു ലക്ഷറി ലൈഫും നമുക്ക് വരാനുണ്ടല്ലോ. അത് ഇന്ന് തന്നെ എൻജോയ് ചെയ്താൽ വൺ ഡേ യു വിൽ അച്ചീവ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഏകദേശം പീകളൊക്കെ പറഞ്ഞു തീർന്നു. അങ്ങനെയെങ്കിൽ there you win. അങ്ങനെയെങ്കിൽ നിനക്കൊരു സക്സസ് ഉണ്ട്. ആ സക്സസിന്റെ പേര് വെരി പവർഫുൾ, പ്രോഫിറ്റബിൾ, ഫിനോമിനൽ, പ്ലസന്റബിൾ, പാഷനബിൾ, പ്രൊഫഷനബിൾ, ടാലന്റബിൾ, പീസ്ഫുൾ, പാരഡൈസിങ്, പ്രൈസിങ്, പ്രൊജക്ടിങ് സക്സസ് എല്ലാം പി കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഓവർ ടു യു മിസ്റ്റർ ആഷിഖ്. ആൻഡ് കണ്ടതിന് കേട്ടതിന് നന്മകൾ നേരുന്നു. ഈ വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഓവർ ടു MC. താങ്ക് യു. താങ്ക് യു ഇസ്മായിൽ സാർ. വളരെ നല്ലൊരു സെഷൻ ഇസ്മായിൽ സാർ വീണ്ടും നമുക്ക് വേണ്ടി സമ്മാനിച്ചു. പീസ് നമുക്ക് നല്ലൊരു സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്മായിൽ സാർ ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. താങ്ക് യു അഗൈൻ ഇസ്മായിൽ സാർ. പക്ഷെ ഇത് കേട്ടത് കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് എനിവേ നമ്മളെല്ലാവരും തന്നെ നെക്സസ് പ്രോഗ്രാമില് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല അടുത്ത ടോപ്പിക്കുമായിട്ട് ലീഡർ അടുത്ത ദിവസം വരുന്നുണ്ടാവും. എനിവേ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവസരം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്ന SPG താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. പല്ലേച്ച് കുളിച്ച് കണ്ട് വേഗം വാ.